50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തങ്കച്ചായനും തങ്കമ്മാൻ്റിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റേ ഹാപ്പി, ഹെൽത്തി ആൻഡ് ബ്ലെസ്ഡ് ഫോർ ഓൾവേസ്. ഓൾ ദ ബെസ്റ്റ്. 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തങ്കച്ചായനും അമ്മാമ്മയ്ക്കും ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ വിവാഹ മംഗളാശംസകൾ. ഇന്നേ ദിവസം 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചാച്ചനും അമ്മാമ്മയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ മംഗളാശംസകളും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ദിവസം ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 50ാമത്തെ ഗോൾഡൻ ആനിവേഴ്സറി ആഘോഷിക്കുവാനാണ്. അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ. എന്തൊരു ചേലാണ്, നെഞ്ചില് നീരാണ്, എൻ്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ, പുഞ്ചിരിക്കാറ്റേ, പാറും പൂമ്പാറ്റേ, കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ, കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ, ഇതിലെ വാ, കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ വെയിലുപോലനയുവാൻ. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം, മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും, ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും, മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ, കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ, ഇതിലെ വാ, കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ
ക്രോളിയുടെ പരിസരത്തുള്ള മലയാളികൾ മാത്രമല്ല ഇവിടെ എന്നാണ് എൻ്റെ വിശ്വാസം. ഹൗ ഫാർ ഹാവ് യു ഓൾ കം ഫ്രം? ഒത്തിരി ദൂരത്തു നിന്നാണ് വന്നത്. വൺസ് അഗെയിൻ വെൽക്കമിങ് ഓൾ ഓഫ് യു ടു ദിസ് ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻ. My parents will also be celebrating that in another 2 years if God's grace let us to celebrate. So ഒരു മകളെന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇമോഷൻ ഇപ്പം ഇതാണെങ്കിൽ ഇവരുടെ 3 മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും മൊത്തം ഫാമിലിക്കും ഇന്നുള്ള ഒരു ഇമോഷൻ എന്താണെന്ന് ഐ എം ഷുവർ യു ഓൾ ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. ഒരു 20 വർഷം കല്യാണം കഴിഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? വാവ് ചേച്ചി. സോ യു ഓൾ ഐ തിങ്ക് ഐ എം ഷുവർ ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് പീപ്പിൾ സേ ദറ്റ് റിലേഷൻഷിപ്സ് ആർ ക്വൈറ്റ് ഫ്രജൈൽ. എന്നാലും ജനറലൈസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഞാനങ്ങനെ പറയില്ല ഇന്നത്തെ തലമുറയ്ക്ക് റിലേഷൻഷിപ്പിൽ ഇതില്ല എന്ന്. ഇറ്റ്സ് ഓൾ സർക്കംസ്റ്റൻഷ്യൽ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊണ്ടാണ് പലപ്പോഴും കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നതും അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസൊക്കെ നോക്കി ആളുകൾ പോണതും. ഇഫ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലവ് വിച്ച് ഈസ് മോൾഡഡ് ഇൻ റിലേഷൻഷിപ്പ്, പേഷ്യൻസ്, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കണം, അതൊക്കെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെല്ലാവരും സിൽവർ, ഗോൾഡൻ എല്ലാ ജൂബിലികളും ആനിവേഴ്സറികളും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ എല്ലാവരും റെഡിയാണ്. അപ്പച്ചൻ അമ്മച്ചി ഓൾസോ റെഡിയാണ്. നമ്മുടെ ഡാൻസേഴ്സ് വിൽ ഓൾസോ ജോയിൻ us soon so that we can welcome them. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. I'm not sure how many of you have seen me before. My name is Suprabha. I've been on this different places and on different occasions, being with Malayalis, either as a singer or as someone who would love to talk, or sometimes as a dancer. ഇനിയും വർഷങ്ങൾ തീവ്രമായ പ്രണയത്തോടെയും തികഞ്ഞ ആരോഗ്യത്തോടെയും രണ്ടുപേർക്കും ഏറെ പ്രണയിച്ച് ജീവിക്കാനുള്ള അവസരം ഈശ്വരനുണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആശംസിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം വർഗീസ് ആൻഡ് അന്നമ്മ on to this beautiful occasion of their 50 years of wedding. വെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊടിയോ അതിവിടെ വിളിയലിയോ Put your hands together, everybody. Come on, let's welcome them.
ഓക്കെ. അമ്മച്ചിക്ക് പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇത്രയും പാടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇതാണ് കൊള്ളാവുന്നത്, അതാണ് കൊള്ളാവുന്നത്. അപ്പോൾ അമ്മ എന്തായാലും ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹളങ്ങളൊന്നും ആർക്ക് പ്രശ്നമില്ല എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് തിങ്. നിങ്ങൾ ഹാപ്പിയാണ് അവരെ കണ്ടിട്ട്. ഹാപ്പിനെസ് ഒരു കൈയടി കൂടെ കാണിച്ചല്ലോ നമുക്ക്. നിങ്ങളുടെ 50 വർഷം നിങ്ങൾ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് എല്ലാവർക്കും. ബിക്കോസ് കല്യാണം കഴിഞ്ഞവർ പലവരും അത് ബുദ്ധിമുട്ടാണോ അതൊരു സന്തോഷമാണോ എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഇതാണ് ജീവിതത്തിലെ വലിയ സന്തോഷം. ആ ഒരു ലെവലിൽ എത്തുക എന്നുള്ളത് ഈശ്വരൻ്റെ വലിയ അനുഗ്രഹമാണ്. സോ വി ആർ ഹിയർ ടു ലിസൺ ടു ഓൾ ദീസ് സ്റ്റോറീസ് ആൻഡ് ദ സെലിബ്രേഷൻസ്. ഹിയർ വി ആർ ബിഗിനിങ് ഇറ്റ്. ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് റോയ് ചേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്തപ്പം I know him for some time. I've seen him on the stage, someone who is quite eloquent and is very active as a person. സംഘടനാപരമായിട്ടോ അല്ലാതെ ആസ് എ ബിസിനസ്സുകാരനായിട്ടോ എന്തായാലും എനിക്കറിയാം അവരുടെ ഫംഗ്ഷൻ ഒരു തരത്തിൽ ഇറ്റ് വിൽ ഹാവ് എ ക്ലാസ് ആൻഡ് ഇറ്റ് വിൽ ബി ഓർഗനൈസ്ഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എനിക്ക് ഇവരുടെ 50 വർഷം എന്നുള്ളതിൽ അതൊരു വലിയ കഥയാണല്ലേ. എങ്കിലും ആ കഥ നല്ല ചുരുക്കി മനോഹരമായിട്ട് എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു 10-15 മിനിറ്റ് നമ്മളിപ്പം ഭക്ഷണം കഴിച്ച് തുടങ്ങില്ലല്ലോ അല്ലേ. സോ ഐ ഡോണ്ട് തിങ്ക് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ഫുഡ്. സോ ഐ എം ഷുവർ ഐ വിൽ ഹാവ് മോസ്റ്റ് ഓഫ് യുവർ അറ്റൻഷൻ. സോ ഹിയർ ഈസ് എ ബയോഗ്രഫി ഓഫ് ദിസ് വണ്ടർഫുൾ പീപ്പിൾ. അത് ഞാൻ വായിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങളെ ഞാനൊരു 50 വർഷം പുറകിലേക്ക് കൊണ്ടുപോവാണ്. Are you ready to hear this? And again, people who don't understand Malayalam, this is their life story I'm going to talk and the story that we are going to share. Okay, I'm here starting the story. കോട്ടയം ജില്ലയിലെ അമയന്നൂർ എന്ന ശാന്തസുന്ദരമായ ചെറുഗ്രാമത്തിൽ പാലോത്തനത്തിൽ കുടുംബത്തിൽ ശ്രീ കുരുവിളയുടെയും അന്നമ്മയുടെയും 3 മക്കളിൽ മൂത്ത മകനായി 1952 ഓഗസ്റ്റ് 12 തങ്കച്ചൻ ജനിച്ചു. PK വർഗീസ് എന്ന പുതിയ അധ്യായത്തിൻ്റെ തുടക്കം. ആ വർഗീസാണ് നമ്മുടെ മുന്നിൽ നിന്നിരിക്കുന്ന അവരെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന തങ്കച്ചൻ. കൃഷിയായിരുന്നു കുടുംബത്തിൻ്റെ നട്ടിൽ. അതിനാൽ അച്ചാച്ചന് ബാല്യവും കൗമാരവും പ്രാരാബ്ധം നിറഞ്ഞതായിരുന്നു. തൻ്റെ 2 സഹോദരിമാരോടൊപ്പം തൻ്റെ പ്രാരംഭ വിദ്യാഭ്യാസം സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലും ഹൈസ്കൂൾ പഠനം അമയന്നൂർ ഹൈസ്കൂളിലും പൂർത്തിയാക്കി. തൻ്റെ പിതാവിനെ സഹായിക്കാനായി കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ച് തൻ്റെ കൗമാര ജീവിതം ആരംഭിച്ചു. അതേസമയത്ത് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള തിരുവാർപ്പ് എന്ന മനോഹരമായ കുട്ടനാടൻ ഗ്രാമത്തിൽ തൈച്ചേരിൽ വീട്ടിൽ ലാസർ ഏലിയാമ്മ ദമ്പതികളുടെ 7 മക്കളിൽ ഇളയവളായി 1955 ഒക്ടോബർ 14 നമ്മുടെ അന്നമ്മ ജനിച്ചു. സ്നേഹത്തോടെ അവരെന്തായിരിക്കും വിളിച്ചിരിക്കുക? എനി ഗെസസ്? ബിക്കോസ് ഇറ്റ്സ് സച്ച് എ കണക്ഷൻ അവരുടെ 2 പേരുടെയും വിളിപ്പേരിന്. അതെ, തങ്കച്ചൻ്റെ തങ്കമ്മ ജനിച്ചത് 1955 ഒക്ടോബർ 14. ഓക്കെ, അവളുടെ പേര് വരാനിരിക്കുന്ന ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത ഓർമ്മയായി മാറി. തൻ്റെ ബാല്യകാല പഠനം കിളിരൂർ സ്കൂളിൽ പൂർത്തിയാക്കി. പിന്നെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം തൊഴിലിനായി തയ്യൽ വിദ്യ അഭ്യസിച്ചു. മധുരമായ 18ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാ പൂവാലന്മാരും എൻ്റെ സുന്ദരിയായ മകളെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ ആക്കിയ അപ്പച്ചൻ അന്നമ്മയെ കെട്ടിച്ചുവിടാൻ തീരുമാനിച്ചു. അമയന്നൂരിൽ താമസിച്ചിരുന്ന സ്വന്തം ബന്ധുക്കളിൽ ഒരാളായ മാധവശ്ശേരിയിലെ ലാസർ അപ്പച്ചിയെ ഈ കാര്യം അറിയിച്ചു. അയൽവാസികളിൽ കൃത്യമായ ഒരാളെ കണ്ടെത്താനായി അപ്പച്ചി പരിശ്രമിച്ചു. എന്നാൽ ലാസർ അപ്പച്ചിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എന്തെന്നാൽ ഒടുവിൽ തൊട്ടടുത്ത വീട്ടിലെ തന്നെ തങ്കച്ചനാണ് തങ്കമ്മയ്ക്ക് യോജിച്ചവനെന്ന് മനസ്സിലാക്കി ഈ 2 ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചു. 1975 മെയ് 25
ക്രിസ്തീയ ആചാരങ്ങളനുസരിച്ച് നാട്ടുകാരെയും കുടുംബത്തെയും എല്ലാം സാക്ഷിയാക്കി അമയന്നൂർ വടക്കൻ മണ്ണ് സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് വിവാഹവും നടന്നു. അന്നു മുതൽ ഇന്ന് വരെയുള്ള കുടുംബചരിത്രം അതിൻ്റെ മറ്റൊരു അതിഗംഭീരമായ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വിവാഹശേഷം അമ്മാമ്മയുടെ ജീവിതം മുഴുവൻ സമയം കുടുംബത്തിനായി സമർപ്പിച്ചു. അച്ചാച്ചൻ്റെ കൂടെ പറമ്പിലും പാടത്തും പണിയെടുത്ത് ജീവിതം നെയ്തു തുടങ്ങിയ കാലത്താണ് ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്ന് പാട്ടിൽ പറഞ്ഞ പോലെ അവൻ അച്ഛന് പോലെ ആകണം എന്ന് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും പോലെ ഇവരുടെയും ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് 1977 മാർച്ച് മാസം 28 റോയി എന്ന വിളിപ്പേരുള്ള അനിൽ വർഗീസ് ഇവരുടെ സീമന്തപുത്രനായി ജനിച്ചു. റോയ് ചേട്ടാ, ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ റോയ് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇവരുടെ രണ്ടാമത്തെ പുത്രനായും അനിലിൻ്റെ അനിയനായും റോജിമോൻ വർഗീസ് 1979 ജൂലൈ മാസം 25 ജനിച്ചു. ഞങ്ങളുടെ സ്വന്തം റോയ് ചേട്ടൻ. 2 സഹോദരന്മാരുടെ കുഞ്ഞനുജനായും ഇവരുടെ മൂന്നാമത്തെ പുത്രനായി റോബി വർഗീസ് 1981 ഡിസംബർ മാസം 26 ജനിച്ചത്. ഞാനിവിടെ വന്നപ്പോഴും ആദ്യം കാണുന്നത് റോബി ചേട്ടനെയാണ്. ഇവരുടെ 3 മിടുക്കന്മാരായ മക്കളാണ്. ഇനിയാണ് ബാക്കിയുള്ള കഥ കണ്ടിന്യൂ ചെയ്യണത്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും നല്ല വിദ്യാഭ്യാസവും നല്ല ദൈവഭയത്തിലും വിശ്വാസത്തിലും മക്കൾ 3 പേരെയും വളർത്താൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 3 മക്കളുമായി ഇവരുടെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. നിരവധി വെല്ലുവിളികൾക്കിടയിലും സ്ഥിരതയും ആത്മവിശ്വാസവും കൊണ്ടാണ് ഇവർ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത്. ഇവർ പഠിപ്പിച്ചു നൽകിയ കൃത്യനിഷ്ഠയും കഠിനാധ്വാനവുമാണ് മക്കളായ ഇവർ 3 പേരെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാലചക്രം ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്പീഡിൽ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയ മക്കൾ 3 പേരും ജോലി കാര്യങ്ങൾക്കൊക്കെ അയൽ സംസ്ഥാനങ്ങളിലും വിദേശത്തുമൊക്കെയായി സ്ഥിരതാമസമാക്കിയപ്പോൾ മൂത്തപുത്രനായ റോയി മോൻ 2005 മെയ് മാസം 19 അങ്കമാലി ഇടക്കുന്ന കരയിൽ ചിറ്റിനപ്പള്ളി വീട്ടിൽ ശ്രീ CC ആന്റണി ആനി ദമ്പതിമാരുടെ 2ാമത്തെ മകളായ സ്മിതമോൾ ആന്റണിയെ വടക്കൻ മണ്ണൂർ പള്ളിയിൽ വെച്ച് താലികെട്ടി തൻ്റെ ജീവിതസഖിയായി കൂടി ചേർക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം സ്മിത ചേച്ചി. 2005 ഫെബ്രുവരി 4 ഇവരുടെ 2ാമത്തെ പുത്രനായ റോജിമോൻ അങ്കമാലി ആനപ്പാറ മംഗലി വീട്ടിൽ ശ്രീ തോമസിൻ്റെയും ആനിയുടെയും മൂത്ത മകളായ നിമിഷ തോമസ് മംഗലിയെ തൻ്റെ ഇടവക പള്ളിയിൽ വെച്ച് മിന്നുകെട്ടി പാലത്താനം കുടുംബത്തിലെ 2ാമത്തെ മരുമകളാക്കി. പാലത്താനം കുടുംബത്തിലെ 2ാമത്തെ മരുമകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2006 ഓഗസ്റ്റ് മാസം 7 ഈ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നു. ആരായിരിക്കും? അനിലിൻ്റെയും സ്മിതയുടെയും മൂത്തപുത്രൻ, ഈ കുടുംബത്തിലെ ആദ്യത്തെ ചെറുമകൻ അച്ചു എന്ന അലൻ റോയി പാലത്താനം. ആദ്യത്തെ ഗ്രാൻഡ്സനാണ്. നല്ല കൈയോടെ വേണം സ്വീകരിക്കാൻ എല്ലാവരും. അലൻ്റെ ജനനത്തോടെ അതുവരെ മാതാപിതാക്കളായിരുന്ന അച്ചാച്ചനും അമ്മാമ്മയും അപ്പച്ചനും അമ്മാമ്മച്ചിയും എന്ന പദവിയിലേക്ക് മാറ്റപ്പെട്ടു. ദ സ്റ്റോറി ഈസ് ബ്യൂട്ടിഫുൾ. ഐ ആം ഷ്യൂർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? നിങ്ങളുടെ സൈലൻസ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ദ സ്റ്റോറി കണ്ടിന്യൂസ്. അധികം താമസിയാതെ തന്നെ ഇവർക്ക് 2ാമത്തെ കൊച്ചുമകനും ജനിച്ചു. ഹൂ ഇസ് ദാറ്റ്? ആശ്വിൻ റോജി എന്ന ജയ്ക്ക്. റോജിമോൻ നിമിഷ ദമ്പതിമാരുടെ മൂത്തപുത്രനായി 2006 സെപ്റ്റംബർ മാസം 28 ഇവരുടെ കുടുംബത്തിലെ വലിയ അതിഥിയായി അശ്വിൻ ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. വിദേശത്തും സ്വദേശത്തുമായി 3 ആൺമക്കളും 2 മരുമക്കളും 2 ചെറുമക്കളുമായി ഞങ്ങളുടെ കുടുംബം പിന്നെയും ഏകദേശം 4 വർഷക്കാലം മുന്നോട്ട് പോയി. കല്യാണം കഴിഞ്ഞ മക്കൾ എന്തുകൊണ്ട് 2ാമത്തെ ഓരോ കുഞ്ഞുങ്ങളെ കൂടി വേണമെന്ന് ചിന്തിക്കുന്നില്ല എന്ന അവരുടെ സങ്കടം വളരെയധികം അവരെ അലട്ടിയിരുന്നു എന്ന് ആരൊക്കെയോ പറഞ്ഞിരുന്നെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ സങ്കടത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എന്തെന്നാൽ 2010 ജൂലൈ മാസം 27 ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ണിലെണ്ണിയായി എല്ലാവരുടെയും തൊമ്മനായി ആർച്ചി റോജി ജനിച്ചു. വെൽക്കം ആർച്ചി ജോജി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊമ്മ എന്നുള്ള വിളി, അല്ലേ?
ആർച്ചിക്ക് ഇഷ്ടമാണോ അത്തമ്മ എന്ന് വിളിക്കുന്നത്? വിളിച്ചോ? ഓക്കെ, അങ്ങനെ റോജി മോനും നിമിഷയും കൂടി 2 മക്കളുടെ മാതാപിതാക്കളായി. കൊച്ചുമക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നതിനിടയിൽ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 30 വയസ്സ് തികഞ്ഞ് പുരനിറഞ്ഞു നിന്നിരുന്ന റോബിൻസൺ എന്ന റോബി വർഗീസിനെ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങിയിരുന്നു. കല്യാണാലോചനയുമായി ഓടിയ വണ്ടി അവസാനം ചെന്നു നിന്നത് പിറവം ഏഴക്കർനാട് എന്ന സ്ഥലത്താണ്. ചേട്ടന്മാർ സ്നേഹിച്ച പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ അപ്പനെയും അമ്മയും പെണ്ണ് കണ്ട് ബുദ്ധിമുട്ടിക്കാൻ തന്നെ റോബിച്ചൻ തീരുമാനിച്ചിരുന്നു എന്ന് സാരം. ആണോ? ഓക്കെ, അങ്ങനെ 2011 ജനുവരി മാസം 17-ാം തീയതി പിറവം ഏഴക്കർനാട് കുഴപ്പാട്ടുകുഴിയിൽ ശ്രീ യാക്കോബ് മേരി ദമ്പതിമാരുടെ മകൾ സെലീന കെ ജേക്കബിനെ തൻ്റെ സ്വന്തം ഇടവക പള്ളിയിൽ വെച്ച് റോബി വിവാഹം ചെയ്തു. അങ്ങനെ സെലീന 3ാമത്തെ മരുമകളായി പാലത്താനം കുടുംബത്തോട് ചേർക്കപ്പെടുന്നു. കുടുംബത്തിലെ 3 സുന്ദരിമാരിൽ അവസാനത്തെ സുന്ദരിയാണ് മരുമകളായി വന്നത്. എ ബ്യൂട്ടിഫുൾ ഹാപ്പി ഫാമിലി. But the family story yet to continue. 2014 ഫെബ്രുവരി 2-ാം തീയതി എയ്ഡൻ റോയ് പാലത്താനം എന്ന കിച്ചു അനിലിൻ്റെയും സ്മിതയുടെയും 2ാമത്തെ പുത്രനായി ജനിച്ചു. അങ്ങനെ നീണ്ട 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവർ വീണ്ടും ഒരിക്കൽ കൂടി ഗ്രാൻഡ് പാരൻസായി. സന്തോഷം ഏറിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലിയിൽ, അല്ലേ? കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലെ ആഘോഷങ്ങൾ കൂടുതലാണ്. ഏകദേശം 1 മാസത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഒരു 33 ദിവസങ്ങൾക്ക് ശേഷം 2014 മാർച്ച് മാസം 7-ാം തീയതി റോബി സെലീന ദമ്പതികൾക്ക് ഒരു പുത്രൻ ജനിച്ചു. വീട്ടുകാർ സ്നേഹത്തോടെ അപ്പു എന്ന് വിളിക്കുമെങ്കിലും അവൻ്റെ മാതാപിതാക്കൾ അവന് ആരോൺ റോബി എന്ന് പേരിട്ടു. ഹിയർ ഈസ് ആ ലിറ്റിൽ ആരോൺ എവരിബഡി. ഇത്രയും പറഞ്ഞ സ്റ്റോറിയിൽ ഒരു വലിയൊരു എലിമെന്റ് മിസ്സിംഗ് ആണ്. എനിക്ക് ഗസ്സസ് ഉണ്ടല്ലേ? നമ്പർ എടുത്ത് നോക്കിയാൽ മെയിൽ പോപ്പുലേഷൻ കൂടുതലാണ്. സോ ഇതുവരെ ആൺകുട്ടികൾ മാത്രമുള്ള ഈ കുടുംബത്തിലേക്ക് 2017 സെപ്റ്റംബർ മാസം 25-ാം തീയതിയായി ഈ കുടുംബത്തിലെ രാജകുമാരിയായി, നിലവിൽ 5 ആങ്ങളന്മാർക്ക് ഒരു കുഞ്ഞിപ്പെങ്ങളായി, 3 അപ്പന്മാർക്ക് ഒരു മകളായി, അന്നക്കുട്ടി എന്ന് വിളിക്കുന്ന ഏഞ്ചൽ ആൻഡ് റോബി എല്ലാവരുടെയും മുത്തുമണിയായി ഈ കുടുംബത്തിൽ ജനിച്ചു. ഷീ ഈസ് ദ സ്റ്റാർ ഓഫ് ദി ഈവനിങ് ആക്ച്വലി. ഒരു പക്ഷേ എല്ലാവരും ഉപരിയായി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുക അപ്പച്ചനും അമ്മച്ചിയായിരിക്കും. പ്രത്യേകിച്ച് അമ്മച്ചി. ഒരു പെൺകുട്ടി കുടുംബത്തിലുണ്ടാകുക എന്നത് എല്ലാ മാതാപിതാക്കളുടെയും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. വർഷങ്ങൾ കുറേ കഴിച്ചിട്ടാണെങ്കിലും ഈ രാജകുമാരി കുടുംബത്തിൽ വന്നപ്പോൾ ദാറ്റ് ഓൾസോ ടിക്ഡ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാമിലി. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി എല്ലാവരും. സ്വന്തമായി പേരുണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. എഡ്രിയോൺ റോബി. അവനെ തന്നെ വിളിക്കുന്നത് ഈ വായിൽ കൊള്ളാത്ത പേരല്ല, മറിച്ച് അല്ലൂപ്പി എന്നാണ്. അല്ലൂപ്പിനെ കുറിച്ച് പറഞ്ഞത് വാസ്തവമാണ്. എൻ്റെ അടുത്ത് പോലും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുത്തി എനിക്കൊരു ചിയേഴ്സൊക്കെ തന്നിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ തമ്മിലുണ്ടായത്. സോ ഈ എഴുതിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അനദർ സ്റ്റാർ ഓഫ് ദ ഫാമിലി, അല്ലൂപ്പി. 2019 ജൂൺ മാസം 14-ാം തീയതി റോബിയുടെയും സെലീനയുടെയും ഇളയ മകനായി അല്ലൂപ്പി ജനിച്ചു. ശ്രീ വർഗീസ് അന്നമ്മ ദമ്പതിമാർ 3 മക്കളും 3 മരുമക്കളും 7 ചെറുമക്കളുമായി ദേവാശ്രയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ദൈവം തങ്ങളെ പരസ്പരം ഭരമേൽപ്പിച്ച ദിവസം മുതൽ ഇന്ന് വരെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും ഇവർ ദേവാശ്രയത്തിൽ ഒന്നിച്ച് 50 വർഷം പൂർത്തിയാക്കുന്നു. സർവേശ്വരൻ സർവ്വ ഐശ്വര്യത്തിലും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇവരെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. As we bring this audio autobiography to a close, we do so with immense pride and gratitude. Writing the story of our parents has been more than a retelling of events. It has been a journey through time, character,
resilience, and unwavering faith. Their lives have taught all of us who know them that true greatness is found not only in grand achievements but in quiet sacrifices, in steadfast love, and in strength to stand together through every season of life. From humble beginning to the many milestones they have crossed hand in hand, their story is a living legacy of integrity, devotion, and grace. To our family, may this book be a reminder of where we come from, the root that grounds us, the values that shape us, and the love that binds us. To our dearest Achachan and Amama, thank you for your life, your example, and your enduring love. This is your story, and it will continue to inspire for generation to come. With all our love, your children and grandchildren. ഇവരുടെ മക്കളുടെ ഒരു ശബ്ദമാവുക മാത്രമാണ് ഞാൻ ചെയ്തത്. അവരെഴുതിയതാണ് ഈ മനോഹരമായിട്ടുള്ള സ്റ്റോറി. അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. അടുത്തത് നമുക്ക് ഇനീഷ്യലിയുള്ള ഒരു പ്രാർത്ഥനയോടെയും അത്തരം കാര്യങ്ങളിലേക്ക് പോവാം. To deliver the prayer song, I would like to welcome the team member of Soul Beats.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുന്നേക്ക് തന്നെ ആമേൻ. കരുണിവാനാദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തക്കതായ തുണ കൊടുത്ത് ഈ ജീവിതത്തിൽ വിവാഹത്തെ അനുഗ്രഹിച്ചു കർത്താവേ, പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഇത്രത്തോളം വഴി നടത്തിയ കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. ഇവിടെ 50-ാമത്തെ വിവാഹ വാർഷികം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ നന്മകളെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങൾ നൽകി അവരനുഗ്രഹിച്ച കർത്താവേ, തുടർന്നും ഇവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നല്ല പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. വന്നു ചേരുന്ന ഓരോരുത്തരെയും കരണം സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചു വഴി നടത്തണമേ. ഞങ്ങളെന്നും നിനക്കും നിന്റെ ജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫാദർ. നിങ്ങൾ കൈയടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയാത്തത് കേട്ടോ. അടുത്തതായി അവർക്ക് പൂക്കൾ ബൊക്കെ നൽകാൻ വേണ്ടി ഞാൻ അല്ലുനെയും അന്നുനെയും, ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, അവരുടെ മക്കളുടെയും ചെറുമക്കളുടെയും കൂടെ നിന്ന് ഒരാളായിട്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള പോലെ ഇനിയും ഒത്തിരി ഒത്തിരി വർഷം 10 മടങ്ങ് സ്നേഹത്തോടെയും പൂർണ്ണ ആരോഗ്യത്തോടെയും ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ആയിട്ട് കൈപിടിച്ച് നടക്കാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് മനസ്സ് നിറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും, ഇപ്പം നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ, അവർക്കെല്ലാവർക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നും അത് ആഘോഷിക്കാൻ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. So may the good God bless all of you and this entire family. Congratulations on completing the 50 years of your beautiful wedding. ഒന്ന് കൈയടിക്കാമോ? അമ്പത് വർഷം. എന്താണ് സീക്രട്ട്? ഒരു സീക്രട്ടും ഇല്ല. എന്തെങ്കിലും ഒന്ന് അവർക്ക് മനസ്സിലായാലേ ചിലപ്പോൾ ഉപകാരപ്പെടും. അത് റോഷേട്ടനത് അപ്പച്ചൻ എന്താന്ന് നോക്കാം. ഒരു കാര്യം ചോദിക്കുമ്പോൾ ശോഭിക്കുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? എന്നാ പറയാ, സന്തോഷമായിട്ട് ഈ 50 വർഷം ഞങ്ങൾ ജീവിച്ചു. ഇവർക്കൊരു 50 അല്ലെങ്കിൽ ഒരു 25, 35 ആവണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറയാനുണ്ടോ? മൗനമാണ് എപ്പോഴും നല്ല. ആണോ അമ്മച്ചി? ഇല്ല. അമ്മച്ചിയാണോ മിടുക്കുക, അപ്പച്ചനാണോ മിടുകൻ? രണ്ടുപേരും ഒരുപോലെ. ആഹാ, ദ മേഡ് ഫോർ ഈച്ച് അതർ. അത് അവർ തന്നെ പറയാണ്. എന്താ പറയുക, പരസ്പരമുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീർത്ത് ഉള്ളതൊക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇങ്ങനെ പോവാ അല്ലേ? സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. Exactly. So everybody share your love with your loved ones. Be understanding to each other. More and more years to come in your family and in your life. So thank you Appachana Ammachikku ottiri nandiyundu. We have a beautiful and delicious cake over here. And celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. കല്യാണത്തിന് പണ്ട്
ഇപ്പം എല്ലാവരും വൈനൊക്കെ കുടിക്കും അല്ലേ? അന്ന് എന്ത് കുടിച്ച അമ്മച്ചി? അന്ന് ഇതുപോലെ പരസ്പരം എന്തെങ്കിലും ഡ്രിങ്കൊക്കെ? ഇല്ല, വീട്ടിൽ വന്ന് കഴിയുമ്പം പാല് കൊടുക്കും, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം ഇതൊക്കെ മാറി. വൈൻ ഇതൊക്കെയാണേ, പക്ഷെ അതൊന്നും തരില്ല കേട്ടോ, ഡോണ്ട് വറി. സോ അതുകൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഡ്രിങ്ക് ആണ്. സോ വി ആർ ജസ്റ്റ് റീക്രിയേറ്റിംഗ്. ഇപ്പോഴത്തെ കൾച്ചറാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യണത് ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് വാട്ട് ദേ വിൽ എൻജോയ്. സോ പൈനാപ്പിൾ ഡ്രിങ്ക് കൊടുക്കാൻ വരുന്നത് ആരാണ്? ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ മീ ടു ഫൈൻഡ് ഔട്ട് ഹൂ യു ആർ, ബിക്കോസ് ഞാനിവിടെ ഒരു ഫാമിലി ട്രീ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് അശ്വിൻ, റൈറ്റ്? ഐ ഗോട്ട് ഇറ്റ്. സോ അശ്വിനാണ് പൈനാപ്പിൾ ഡ്രിങ്ക് അച്ഛനും അമ്മമ്മയ്ക്കും കൊടുക്കുന്നത്. കൈയിടിക്കണ്ടേ? സത്യം പറഞ്ഞാൽ അവർക്ക് കേക്കും ഇതൊക്കെ കഴിക്കാൻ അവരുടെ ഹെൽത്തും ബയോമെട്രിക് ലെവൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് us will have that difficulty. Again, അതും അവരുടെ സീക്രട്ടാണ്. ആരോഗ്യത്തോടെ ഈശ്വരൻ ഇത്രയും വർഷം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മച്ചി കൊള്ളായിരുന്നോ? ഡ്രിങ്ക് കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ഓക്കെ, അതോടെ നമ്മൾ ഈ കുഞ്ഞു ചടങ്ങ് ഒഫീഷ്യലി ഉള്ള അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ തീരുകയാണ്. അടുത്തത് ഇത്രയും വർഷത്തിൽ ഈ ഒരു വലിയ ഫാമിലീനെ അടുത്തറിഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അതിൽ ആശംസകളുടെ അവസരമാണ് ഇപ്പം. ആശംസകൾ ആദ്യം കൊടുത്തു തുടങ്ങുന്നത് അവരുടെ കൊച്ചുമക്കളാണ്. ആശംസകൾക്ക് അലൻ റോയ്. അലൻ, ആർ യു റെഡി? ഈ ഫാമിലിയിൽ ഇവരുടെ ആനിവേഴ്സറിക്ക് ശേഷം അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും അലൻ? ബീയിങ് ദ എൽഡസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ്? No, anytime soon. No, anytime soon. We are talking about Alan's wedding, okay? That'll be the next function. Good evening, everyone. ഞങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മാമ്മയുടെയും 50-ാം വിവാഹ വാർഷിക ദിനത്തിൽ ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങൾ 7 കൊച്ചുമക്കളിൽ അപ്പച്ചൻ്റെയും അമ്മാമ്മയുടെയും കൂടെ കൂടുതൽ നാൾ ജീവിക്കുവാൻ ഭാഗ്യം ചെയ്ത കൊച്ചുമകൻ ഒരുപക്ഷെ ഞാനാകാം. അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. തങ്ങളുടെ മാതാപിതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുകയും വിദേശത്തുള്ള തങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് നല്ലൊരു ജീവിത മാതൃക കാണിച്ചു തന്ന ഉത്തമരായ 2 വ്യക്തികളാണ് എൻ്റെ അപ്പച്ചനും അമ്മാമ്മയും. ഇവരുടെ 3 മക്കളും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയ 50 വർഷക്കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇവരെ വഴി നടത്തിയ ദൈവം മുൻപോട്ട് ഇവരെ അതുപോലെ തന്നെ ജീവിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അലൻ്റെ മലയാളം കൊള്ളാം കേട്ടോ അലൻ. ദ വാസ് എ ബ്യൂട്ടിഫുൾ മെസ്സേജ്. അലൻ പറഞ്ഞത് വാസ്തവമാണ്. ഈ ഫാമിലിയിലെ ഇത്രയും മക്കളും ഉണ്ടായതിൽ Alan being the firstborn, he was so privileged. And the next ആശംസകൾ അർപ്പിക്കുന്നത് is Ashwin Roji. Good evening, everyone. First of all, I'd like to thank you sincerely and each and every one of you for joining us on our auspicious day. Today is not just a celebration of the 50 years of marriage, it's also a celebration of a journey filled with love, commitment, patience and sacrifice through countless memories. 50 years ago, 2 wonderful people began walking through life together, hand in hand and through every season. The joys, the trials, the milestones and the quiet moments. They've shown us all what it truly means to be loved and to be loved. Your relationship is a living example that love isn't about romance or grand gestures. It's about choosing each other in every single day. It's about standing by one another during both the sunshine and the storms. You've shown us that the love means building a home, raising a family, and nurturing the hearts of everyone around you. The love and the strength you've shared has shaped and
shaped the foundation of our family. Your story has become the story of us all. A story filled with faith, perseverance, and unconditional love. And for that, we are endlessly grateful. I hope our generations and the ones that follow us will carry forward this legacy you've created. As your grandchildren, we feel the deep sense of pride and responsibility we've learnt from your example, that love is patient and family is everything, and from the quiet moments often hold the deepest meaning. On this golden day, we honour the incredible bond you've nurtured and the beautiful family you've built. We also celebrate the lives you've touched, not just within this room, but in the hearts of so many. You've been a guiding light to all of us, showing us that love, faith, and togetherness, anything is possible. Our dad often shares stories about the challenges you both faced, how you stood strong during difficult times, and how often, even in the hardest moments, God's grace lifted you and carried you forward. Hearing those stories filled us with admiration, respect, and even deeper appreciation for all that you've shown and been through. Today, as we stand here in your honour, we are filled with immense pride. We are proud to be your grandchildren, proud to carry your name, your values, and love forward onto your future. With all our love and deep respect, congratulations on your golden anniversary. We love you both so much that more than words can describe. Thank you. Thank you, Ashwin. I would like to welcome onto stage Father Mobin Varghese, Vicar, Holy Trinity IOC, Crowley. Thank you. താങ്ക് യു. ഈ ജൂബിലി ആഘോഷിക്കുന്ന, ജൂബിലി എന്ന വാക്ക് തന്നെ ഒരു പൂർണ്ണതയുടെ ഒരു സംഖ്യ. 7 times 7, 49 plus 1. ആ 1 ആണ് ഇവർ 50ാമത്തെ ഒരു വർഷമായിട്ട് ദൈവാനുഗ്രഹത്തോടെ ഇവർ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ബയോഗ്രഫി, ഇവരുടെ ജീവചരിത്രമൊക്കെ പറയുമ്പോൾ ഇറ്റ് വാസ് നോട്ട് ഈസി ടാസ്ക്. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതമായാലും നമ്മുടെ ജീവിതമായാലും എത്രമാത്രം സന്താപത്തിലും പ്രയാസത്തിലും സന്തോഷത്തിലുമുണ്ട്. പലപ്പോഴും നമുക്ക് സന്തോഷം കാണുവാൻ തക്കവണ്ണം സാധിക്കാതെ വരുന്നു. പക്ഷേ ഇവിടെ അച്ചായനും അമ്മാമയും പറഞ്ഞതുപോലെ, കൊച്ചും പറഞ്ഞതുപോലെ, സന്തോഷത്തോടൊരു സമാധാനം, അതാണ് അതിലേറ്റവും വലുതായിട്ട് കാണേണ്ടത്. അപ്പം അത് കണ്ട് വളരെ അനുഗ്രഹീതമായ സന്താനങ്ങൾ നൽകി, കൊച്ചുമക്കൾ നൽകി, നമുക്കെല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയി മാറിയ എല്ലാവിധമായ ആശംസകളും ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. Thank you, Father. The next, I would like to welcome Dr. Pothan Alexander, Senior General Practitioner. നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ പല ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട്. പക്ഷേ ചിലരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ മറക്കാൻ വയ്യാത്ത ഓർമ്മകളായി നമ്മുടെ മനസ്സിൽ താങ്ങും. ഞാൻ ഓർക്കുന്ന ഒരു 10 വർഷത്തിന് മുമ്പ് വർഗീസിനെ ഞാൻ വർഷത്തിലൊരു ഫാമിലി ഫംഗ്ഷൻ വെച്ച് കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ 3 മാസമൊക്കെ വന്നതാണ്, പക്ഷേ ഞാൻ അടുത്ത ആഴ്ച അവിടുന്ന് തിരിച്ചു പോവുകയാണെന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ കഞ്ഞി കൊടുക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അത് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരവസരമാണ്, അതുകൊണ്ട് തിരിച്ചു പോകുന്നു വന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, സഭയോടും സമൂഹത്തോടുമുള്ള ആ സ്നേഹം, അത് ഞാൻ എന്നും ഓർക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വർഗീസിന് 3 മക്കൾ വന്നു. അവരും അത് തന്നെ ഇവിടെ ചെയ്യുന്നു. പള്ളിയിലെ കാര്യങ്ങളാണെങ്കിലും സമൂഹത്തിന് വേണ്ടിയ സംരക്ഷണങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്നു. അത് ഒരു ജീവിതം, ഒരു മാതൃകയായി അവരെ കാണിച്ചു കൊടുത്തതാണ് അവർ ചെയ്യുന്നത്. ഉപദേശങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പക്ഷേ ജീവിച്ച് കാണിക്കുന്ന ഉടനെ അത് കുട്ടികൾ മനസ്സിലാക്കും. അത് അവരിന്ന് ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങളുടെ പള്ളിയിൽ അനിലാണ് ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ 50 വർഷക്കാലം കാത്ത ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിലും ദൈവം കൂടിയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. Thank you, Doctor. Jokes apart, good evening, Ashita. താങ്ക് യു എവരിവൺ. ഞാനിവിടെ നിന്നപ്പോൾ ഈ ഫാമിലി ട്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇറ്റ് വിൽ ബി ഫീൽ ദാറ്റ് ഇറ്റ് വിൽ ബി ക്വൈറ്റ് ബോറിങ്. പക്ഷേ അത് നറേറ്റ് ചെയ്തപ്പോൾ I should
feel very proud to say I have these people like Anil, റോജിമോന്, റോബി, ഇവരൊക്കെ കുറച്ച് കാലത്തിൽ പരിചയമുണ്ടെങ്കിലും എങ്ങനെ ഇവരെ നമ്മളിത്ര ആൾക്കാർക്ക് വരാൻ മാത്രം പ്രിയപ്പെട്ടവരായി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് അതിൻ്റെ അകത്ത്. ആരാ അത് ചെയ്തെങ്കിലും താങ്ക് യു ഫോർ ദാറ്റ്. നമുക്ക് അവരെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. അതുപോലെ അച്ചാച്ചനും അമ്മച്ചിയും 50 വർഷം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. നമ്മൾ പറയുമ്പോൾ ഇത് ഭയങ്കര സഹനമാണ്, സന്തോഷമെന്ന് പറയെങ്കിലും എന്തുമാത്രം വേദനകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകണേ എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇന്ന് എന്നെ സംബന്ധിച്ചും പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ ഭയങ്കര ഡിലേറ്റഡ് ആയിട്ടുള്ള വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. ഞാൻ ഇന്ന് ഒരു ഗ്രാൻഡ് ഫാദറായി. അപ്പോൾ ഞാൻ റോജിമ വിളിച്ചപ്പോൾ ഞാൻ റോജിനോട് പറഞ്ഞു, റോജിമൻ എനിക്ക് വരാൻ പറ്റില്ല, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്കിന്ന് വരാൻ പറ്റി. ഇന്ന് രാവിലെ എൻ്റെ മോള് പ്രസവിച്ചു, ഗ്രാൻഡ് ഫാദറായി. അപ്പോൾ ഞാൻ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ 3 മല്ലന്മാരെ വളർത്തി. അതിനുശേഷം ഇപ്പോൾ 6-7 കുഞ്ചുമക്കളല്ലേ. ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ നമ്മളെ വിളിച്ചതിനും, അതുപോലെ നമ്മുടെ പഴയ ഫ്രണ്ട്സും റീകണക്ട് ചെയ്ത് വിളിച്ച് നമുക്കെല്ലാവർക്കും കൂടാനൊരു അവസരവും റോജിനും ഉണ്ടാക്കി തന്നു. ഏതായാലും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറഞ്ഞപ്പം അറിയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളാരും ഫോളോ ചെയ്യുന്നത് നമ്മുടെ കാരണന്മാർ നമ്മളെ പറഞ്ഞു തന്നതല്ല, നമ്മുടെ കാരണന്മാർ കാണിച്ചു തന്നതാണ്. ഇപ്പോൾ റോജിമോൻ്റെയും അനിലിൻ്റെയും റോബിയുടെയൊക്കെ ജീവിതത്തിലുള്ള നന്മകൾ ഇവർ കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയുള്ള നന്മകൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് റോജിക്കും മറ്റ് സഹോദരങ്ങൾക്കും വളരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം 75ാമത്തെ വാർഷികത്തിന് ഇതുമുന്നും വലിയൊരു പരിപാടി നടത്തി റോജിമൻ നമ്മളെ വിളിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. Thank you, Chetan, and congratulations to you too. Saroj Chetan's business group in the area manager ആണ് this wonderful lady, Anna Whiteside. Namaskaram. I just want to say thank you so much for having us here. It's amazing, 50 years of life together, and you've raised such an amazing family with all of your sons and grandchildren. It's an absolute pleasure to be here and be involved. Unfortunately, I can't say a lot in Malayalam, but all of my team are here to support as well and say thank you. And obviously it was lovely to have you at Burlington as well when you visited us. So thank you very much. Congratulations. God bless. Nani namaskaram. That was a good one, Anna. That was a surprise, and it was a beautiful one. Whatever you say, they will definitely understand. Congratulations. And thank you. She did respond. Amachi. ഒത്തിരി താങ്ക്സ് പറയണം അവർ. ആൻഡ് നിങ്ങൾ അവരുടെ കെയർ ഹോമൊക്കെ വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ യാ, എല്ലാവരും ആഘോഷിക്കുകയാണ് നിങ്ങളുടെ 50 വർഷം ചുരുക്കത്തിൽ. അടുത്തതായി ബാല സജീവ് കുമാർ, representing again the Prime Care Domiciliary Care. Bala seems to be quite popular. പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, വൈദിക ശ്രേഷ്ഠന്മാരെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ സുപ്രഭ, നമ്മുടെ ആങ്കർ, നേരത്തെ 2 കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒന്ന് ഈ അപ്പച്ചനോടും അമ്മച്ചിയോടുമാണ്. നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ച് 50 കൊല്ലം ജീവിച്ചതെന്ന് അവർ പറഞ്ഞില്ല. അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ സംസാരിച്ചപ്പോൾ മറ്റേ ആൾ കയറി സംസാരിച്ചില്ല. നമുക്കെല്ലാം പ്രാവർത്തികമാക്കാവുന്ന, വീട്ടിൽ അലമ്പുണ്ടാക്കാതിരിക്കാൻ. പക്ഷേ പരസ്പരമുള്ള കരുതലും സ്നേഹവുമാണ് അവരെ ഇത്രയും കാലം ഒന്നിപ്പിച്ച് നിർത്തിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അതേ സ്നേഹവും കരുതലും നമ്മുടെ ഈ സമൂഹത്തിലേക്ക് പകർന്നു തന്നതുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ ഈ നമ്മൾ വിവിധ മേഖലകളിൽ നിന്നുള്ള നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്നുള്ള സത്യവും കൂടി നമ്മളറിയണമല്ലോ. അത് വളർത്തു ഗുണമാണ്. അങ്ങനെ ഇത്രയും കരുത്തരായ, സമൂഹത്തോട് കരുതലും സ്നേഹവുമുള്ള 3 മക്കളെ വളർത്തി വലുതാക്കിയ നിങ്ങൾക്ക് എൻ്റെയും എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ 50-ാം വാർഷിക ആശംസകൾ നേരുന്നു. നമസ്കാരം. താങ്ക് യു ഏട്ടാ. എല്ലാവരും ഇങ്ങനെ അവരവരുടെ വാക്കുകൾ പറയുമ്പോൾ ഞാനും ഓർക്കാണ്, എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും അരമണിക്കൂർ എൻ്റെ അമ്മ അച്ഛനെ കുറിച്ച് പറയുന്നത് കേൾക്കാനും, അടുത്തൊരു ദിവസം അരമണിക്കൂർ അച്ഛൻ അമ്മേനെ കുറിച്ച് പറയുന്നത് കേൾക്കാനുമാണ് നമ്മൾ സമയം ചിലവഴിക്കുന്നത്. ബട്ട് നേരെ മറിച്ച് അച്ഛൻ്റെ അടുത്ത് എങ്ങാനും ഒരു 5 മിനിറ്റ് ദേഷ്യപ്പെട്ട് സംസാരിച്ച അമ്മ ഒരാഴ്ച നമ്മളോട് മിണ്ടില്ല. ദാറ്റ്സ് എ പ്രൂഫ് വാട്ട് എവർ ദേ ഡു ബിറ്റ്വീൻ ഈച്ച് അതർ, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ they are inseparable. I'm sure everybody's story is the same. അടുത്തത് ജോമോൻ ചെറിയാൻ representing Prime Care Nursing Agency Group. ഇതെല്ലാം റോജിജന്റെ ബിസിനസ്സാണ് കേട്ടോ. ഹാപ്പി ടു സീ ദാറ്റ്. നല്ലൊരു കൈയടിയോടെ ജോമോൻ ചെറിയാൻ എവരിബഡി. എല്ലാവർക്കും നമസ്കാരം. ആകെ 1.5 മിനിറ്റാണ് സമയമുള്ളത്. 1.5 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റിയൊരു കാര്യമല്ല ഇവർക്കുള്ള ആശംസകൾ. ഞാൻ റോജിമോനുള്ള വ്യക്തിബന്ധം കൊണ്ടല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പ്രൈം കെയർ ഗ്രൂപ്പിൻ്റെ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പ്രൈം കെയർ ഗ്രൂപ്പ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എവിടെ തുടങ്ങി എവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഈ രാജ്യത്ത് ആകെ പടർന്നു നിൽക്കുന്ന 2-3-4 ബ്രാഞ്ചുകളും നേഴ്സിംഗ് ഹോമുകളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബിസിനസ്സിലെ രാക്ഷസനാണ് റോജിമോൻ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റോബി, അനിലേട്ടൻ, ഇവരുടെ എല്ലാം ജീവിത വിജയത്തിന് പിന്നിൽ ഈ 2 വ്യക്തികളാണ്. ഇവരുടെ പ്രാർത്ഥനകളാണ്. എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥിക്കുന്ന, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഈ അച്ഛനും അമ്മയുടെയും പ്രാർത്ഥനയാണ് ഇവരുടെ എല്ലാ ജീവിത വിജയത്തിൻ്റെയും പിന്നിൽ. കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് സമ്മാനം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. സമ്മാനമൊന്നുമല്ല, ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം. അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രൈം കെയർ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പ്രൈം കെയർ ഗ്രൂപ്പിൻ്റെ സ്റ്റാഫുകളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഇവിടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ആശംസ അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു സംശയമില്ലാതെ ഇല്ല ഇത് പപ്പം കൊണ്ടേ കൊടുത്താണോ കേട്ടോ. ആ കളർ കണ്ടില്ലേ? പപ്പം കൊടുത്താണോന്ന് എനിക്ക് സംശയം. എടാ, നീ പപ്പൻ്റെ ഇത് വാങ്ങിച്ചാണോ ജോമനെ? ഓക്കെ ഓക്കെ, ഇനി പോരി പതി. ജോമൻ ചേട്ടൻ തുടങ്ങിയപ്പോൾ റോഹിത് ചേട്ടത്തിൻ്റെ പുറകെ പണി, ഇവൻ എന്താ പറയുന്നതെന്ന് കേൾക്കാനുള്ള ശേഷി എനിക്കില്ല എന്നുള്ള പോലെ. ബട്ട് that was a good gesture. Thank you so much for that, Joman. Next we have the director of De Novo Solicitors. I would like to welcome Advocate Sandeep Panikar. എല്ലാവർക്കും അഡ്വക്കേറ്റ് എന്നതിലുപരി ഒത്തിരി I have seen he has become a popular internet personality these days, someone with a lot of followers because he loves his pets. എത്ര പട്ടിക്കുട്ടികളുണ്ട് ഇപ്പം? 4 പട്ടിയുടെ പൂച്ച. അവരോടുള്ള കോൺവെർസേഷൻ കേട്ട് എനിക്കറിയാവുന്ന സന്ദീപേട്ടൻ അല്ലല്ലോ അതെന്ന് ഞാൻ വിചാരിച്ചു. ഓഹോ, അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ബട്ട് എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. എന്നെ സംബന്ധിച്ച് ഒരു സർവതലസ്പർശിയായ ബന്ധമാണ് റോജിമോനോടും കുടുംബത്തോടും ഉള്ളത്. എൻ്റെ അമ്മയും റോജിമോൻ്റെ അമ്മയും സുഹൃത്തുക്കളാണ്. ഞാനും റോജിയും അടുത്ത സുഹൃത്തുക്കളാണ്. റോബി ആവട്ടെ, അനിലേട്ടനാവട്ടെ ഒക്കെ ഈ പറയുന്ന എൻ്റെ സഹോദരങ്ങൾ പോലെ തന്നെയാണ്. നിമിഷയും എൻ്റെ ഭാര്യ സോനയും അടുത്ത സുഹൃത്തുക്കളാണ്. എൻ്റെ മകൻ തങ്കുവും
തൊമ്മനും അടുത്ത സുഹൃത്തുക്കളാണ്. എന്തിന്, ഞങ്ങളുടെ വീട്ടിലെ പട്ടികൾ ടെഡിമോനും ഇവരുടെ പട്ടി ലിയോയും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും എല്ലാ സമഗ്രമായ സർവതല സ്പർശിയായ ഒരു ബന്ധമാണ് റോജിമോൻ്റെ കുടുംബമായിട്ട് എനിക്കുള്ളത്. എന്നെ സംബന്ധിച്ച് ഒരു അത്യാവശ്യം വന്നാൽ എനിക്ക് ആദ്യം വിളിക്കാൻ പറ്റുന്ന ഫോൺ നമ്പർ റോജിമോൻ്റെ തന്നെയാണ്. അത്യാവശ്യമില്ലാതെ അജണ്ടകളില്ലാതെ എനിക്ക് ആരുടെയെങ്കിലും വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്, ഇന്ന് അവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീടും തന്നെയാണ്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെയാണ് പപ്പനായാലും നോബിക്കാണെങ്കിലും ബാലപ്പനാണെങ്കിലും അസ്റ്റേട്ടനാണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാവർക്കും റോജിമോൻ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും 50-ാം വാർഷികം പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സ്നേഹത്തിൽ, അങ്ങേയറ്റം ആത്മാർത്ഥമായ സ്നേഹത്തിൽ ഞാൻ രണ്ടുപേരെയും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Sandipetta. Next, we have Managing Committee Member of Indian Orthodox Church, UK, Europe Diocese, Mr. Soji Matthew. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മോബിനച്ചൻ, പ്രിയപ്പെട്ട വർഗീസ് അങ്കിളും, പ്രിയപ്പെട്ട അന്നമ്മയാൻറ്റി, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി തന്നെ അർപ്പിക്കട്ടെ. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന, വിവാഹ ജീവിതത്തിലെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് അങ്കിളിനും പ്രിയപ്പെട്ട അന്നമ്മയാൻറ്റിക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ UK, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഭദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുവാൻ ആദ്യമായി തന്നെ ഈ സമയം ഞാൻ വിനിയോഗിക്കട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത്. എന്നാൽ പല കുടുംബങ്ങളും ഭൂകമ്പമായി മാറുമ്പോൾ കഴിഞ്ഞ 50 വർഷക്കാലമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരംഗമായി സഭയുടെ പാരമ്പര്യത്തിൽ അവരുടെ മക്കളെ വളർത്തി വലുതാക്കി സഭയ്ക്കും സമൂഹത്തിനും മാതൃകാപരമായി ജീവിതം നയിച്ച ഈ ദമ്പതികൾ അവരുടെ പരിശുദ്ധമായ വിവാഹ ജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഈ സമയം ഞാൻ പറയുകയാണ്. നമ്മൾ അറിയാം, ഫാമിലി എന്ന് പറഞ്ഞാൽ അത് കൂട്ടി വായിക്കുമ്പോൾ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നാണ് നമ്മൾ ഫാമിലി എന്ന് കൂട്ടി ചേർക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്. അതാണ് ഇവരുടെ ഈ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഇവരെ 3 പേരെയും പരിചയപ്പെടുന്നത് നമ്മുടെ വോക്കിംഗ് പള്ളിയുടെ രൂപീകരണ സമയത്താണ്. ആ പള്ളിയുടെ അന്നത്തെ കാലത്ത് ഏറ്റവും വെളുപ്പിനെ തന്നെ വന്ന് ആ പള്ളിയുടെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്ന ആ 3 വ്യക്തികളെയായിരുന്നു എനിക്ക് ഇന്നും ഓർമ്മ വരുന്നത്. അതിനുശേഷം ഈ വോക്കിംഗ് നമ്മുടെ ഈ ക്രോളി പള്ളിയുടെ ഇവിടെ കോൺഗ്രിഗേഷൻ രൂപീകരിക്കുകയും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തി നിൽക്കുന്ന ഈ 3 പേരുടെയും വളർത്തി വലുതാക്കിയ ഈ പ്രിയപ്പെട്ട വർഗീസ് അങ്കിളിനോടും പ്രിയപ്പെട്ട അന്നമ്മ ആൻറ്റിയോടെയുള്ള ഈ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിലുള്ള എല്ലാവിധ നന്ദിയും പറയുവാനും ഞാൻ സമയം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവരുടെ ഈ വിവാഹ ജീവിതത്തിൻ്റെ 50ാമത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അതോടൊപ്പം ഇവർക്ക് ഞാനൊരു ചെറിയ ഉപകാരം കൊടുക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കട്ടെ. നെക്സ്റ്റ് വി ഹാവ് മലയാളിക്ക് സുപരിചിതനായ മറ്റൊരു മുഖമാണ് ലോക കേരള സഭാംഗം മിസ്റ്റർ CA ജോസഫ്. മലയാളിയുടെ ഏതൊക്കെ ഫംഗ്ഷൻ UK-യിലുടനീളമുണ്ടോ അവിടെയൊക്കെ സുപരിചിതനാണ് ഈ മുഖം. ഞാനും പേഴ്സണലി ഇവിടെ കണ്ടു തുടങ്ങിയിട്ട് I think almost 15 years probably. He always have that smile on his face. Someone who is very helpful and be supportive all the time. സ്നേഹമുള്ളവരെ, ദൈവ പരിപാലനയുടെ ഇവരുടെ വിവാഹ ജീവിതത്തിൻ്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ വർഗീസ് ചേട്ടനും അതുപോലെ തന്നെ അന്നമ്മ ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ. കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായ അമയന്നൂര് കഴിഞ്ഞ 50 വർഷത്തിന് മുൻപ് ഇവരുടെ ദൈവം 2 പേരെയും പരസ്പരം കൈപിടിച്ച് ചേർത്ത ആ വിവാഹത്തിൻ്റെ 50ാം വർഷം നമ്മുടെ കോട്ടയം ജില്ലയും കടന്ന്
കരയും കടലുമൊക്കെ കടന്ന് ഇന്ന് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ബ്രിട്ടനിൽ അവരുടെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ഇരുന്ന് ഈ വിവാഹം വാർഷികം 50ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഞാനും കോട്ടയം ജില്ലയിലെ അമ്മയന്നൂർക്കാരനാണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ ഈ വിവാഹമെന്നൊക്കെ പറയുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു മനോഹരമായ ഒരു കൂടാണ്. ഈ കൂടിന് വെളിയിൽ നിൽക്കുന്നവർക്ക് അതിനകത്തേക്ക് കയറാനും അകത്ത് കയറിയവർക്ക് വെളിയിലേക്ക് പോകണമെന്നും ഉള്ള ഒരു ടെൻഡൻസിയാണ് എന്നൊരു അധ്യാപകൻ പണ്ട് പറഞ്ഞതാ, തമാശയായിട്ട് പറഞ്ഞതാ. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ആ കൂട് ഒരു സ്വർഗമാണ് എന്ന് നമ്മുടെ വർഗീസിയേട്ടനും അന്നമ്മ ചേച്ചിയും തെളിയിച്ചിരിക്കുകയാണ്. ഇതൊരു വെറും ആഘോഷമല്ല, ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ന്യൂ ജനറേഷനുള്ള വലിയ ഒരു സന്ദേശമാണ്. ഞാൻ 2 ദിവസം മുൻപാണ് അവധി ആഘോഷിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഇവിടെ വന്നത്. കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിൽ ഒരു കല്യാണത്തിന് പോവുകയുണ്ടായി. അപ്പോൾ ഒരാൾ അവിടെ പറയുകയാണ്, അവിടെ അടുത്ത് 2 പേര്, 2 ചെറുപ്പക്കാര് സ്നേഹിച്ച് 5 വർഷം സ്നേഹിച്ച് നടന്നിട്ട് അവരുടെ വിവാഹമൊക്കെ ഫിക്സ് ചെയ്തേണ്ട ഈ ആഴ്ച വിവാഹം നടത്താനിരിക്കുക. 2 പേരും എന്തോ പറഞ്ഞൊരു തമാശ പറഞ്ഞ് അത് മറ്റേയാളിന് ഇഷ്ടപ്പെട്ടില്ല. അവർ ആ വിവാഹം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു. ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ടെൻഡൻസിയാണത്. അപ്പോൾ ഇവിടെയാണ് ഈ മാതൃകാ ദമ്പതികളെ നമ്മൾ വളരെയധികം അഭിനന്ദിക്കേണ്ടത്. ഇവരുടെ ആ മഹത്വം എന്താണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന മക്കള്. എനിക്ക് റോജിമോനെയും എനിക്ക് അനിലിനെയും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം, വ്യക്തിപരമായിട്ടറിയാം. അത് പല മേഖലകളിലെ 2017 അയർക്കുന്നം മറ്റക്കര സംഗമം ഫോം ചെയ്തപ്പോഴെല്ലാം ഇവരുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. പിന്നെ റോജിമോനെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലും ആരോ ഇവിടെ പറയുന്ന കേട്ടു, ജോമോനാണെന്ന് തോന്നുന്നു, വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നയാളാണെന്ന്. ഞാൻ പറയുന്നത് റോജിമോൻ തൊടുന്നതെല്ലാം പൊന്നാക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഈ മക്കളെയൊക്കെ ദൈവം തന്നതിൽ തന്നെ വലിയ അനുഗ്രഹം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇവിടെ 88 വർഷമെന്നാണ് സുപ്രഭ പറഞ്ഞത്. ഞാൻ ആശംസിക്കുന്നു 89ാമത്തെ വിവാഹ വാർഷികം കൂടി ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. Representing friends and family, would like to welcome Mr. Saju Abraham. ഞാനത്ര ഇമ്പോർട്ടൻ്റ് വ്യക്തിയൊന്നുമല്ല കേട്ടോ, അവസാനം തന്നുകൊണ്ട് ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന ഇന്നേ വിശേഷപ്പെട്ട ദിവസം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസത്തെ ഞാൻ എപ്പോഴും വിളിക്കുന്ന അച്ചാച്ചനെന്നും അമ്മാമയെന്നുമാണ് വിളിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ആദ്യമായിട്ട് തോന്നാറുണ്ട്, അമ്മാമ എന്ന് വിളിക്കുന്നത് അതൊരു ഔചിത്യമാണല്ലോ, അതൊരു ശരിയായ ഇതാണോ? കാരണം പിന്നെ ഞാനും അതൊരു ശീലമാക്കി അങ്ങ് എടുത്തു. അമ്മാമയെന്ന് തന്നെ ഞാനും വിളിക്കാൻ തുടങ്ങി. അത് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നേ ദിവസം ഈ 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരു 80 വർഷത്തെ വിവാഹ പരിപാടി നമുക്ക് ഇവിടെ തന്നെ ഈ ഹാളിൽ വെച്ച് തന്നെ നടക്കട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ ഇത്രയും നല്ല സ്നേഹനിധിയായ 3 മക്കളെ ദൈവം തന്നു. അത് നിങ്ങളുടെ ആ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. അത് മുന്നോട്ട് നീങ്ങണം, ഇങ്ങനെ തന്നെ ജീവിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, അവരെയൊക്കെ കണ്ടു പഠിക്കണം, ഇങ്ങനെ തന്നെ നമുക്കും ജീവിക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ പിള്ളേരും കുട്ടികളും ഇങ്ങനെയൊക്കെ ആയിത്തീരുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. 50ാം വർഷം ആശിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മാമ്മയ്ക്കും അച്ചാച്ചനും. താങ്ക് യു. താങ്ക് യു സർ ചേട്ടൻ. നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർ ചെറിയ സന്ദേശം നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ദാൽ ബി ദേർ ഓൺ ദ AV അറ്റ് ദ മൊമെന്റ്. നല്ലൊരു കൈയടിയോടുകൂടെ
ഞാനും അങ്ങനെ തന്നെ വിളിക്കണേ, അച്ചാച്ചനും അമ്മാമ്മയും. ഐ ഡോണ്ട് നോ ഹൗ ടു സേ. എൻ്റെയൊക്കെ വീട്ടിൽ അമ്മമ്മ, അപ്പൂപ്പൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മ എന്നാണ്. എവറിത്തിങ് ഈസ് സെയിം. ഒത്തിരി ഒത്തിരി സന്തോഷം. ശരി അമ്മ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട തങ്കച്ചായനും തങ്കമാമയും 50-ാം വർഷം ആഘോഷിക്കുകയാണ് തങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ. തങ്ങളുടെ ജീവിതം കൊണ്ട് നാടിനും കുടുംബത്തിനുമൊക്കെ വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഇവർ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റോജിമോൻ്റെ മാതാപിതാക്കളാണ്. എല്ലാ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട ഈ കുടുംബവുമായി, പലത്താനം കുടുംബവുമായി അപ്പോൾ ഈ വലിയ അടുത്ത ബന്ധം, പതിറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത്. ഈ കുടുംബത്തിൽ ഈ ആഘോഷം നടക്കുമ്പോൾ എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിവാഹ ജീവിതത്തിൽ 50 വർഷങ്ങൾ പിന്നിടുന്ന പാലൂർത്താനത്തിലെ വർഗീസ് അന്നമ്മ ദമ്പതികൾക്ക് എല്ലാ ഹൃദയ ആശംസകളും നേരുന്നു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവകൃപയുടെ എത്രയോ ആഴമേറിയ അനുഭവങ്ങൾ ഇവർക്ക് പറയുവാനുണ്ട്. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എളിമയുടെയും നല്ല മാതൃകകൾ പിൻപറ്റുവാൻ ഇവർക്ക് സാധിച്ചു. മക്കളും കൊച്ചുമക്കളും അത് പിന്തുടരുന്നു. വടക്കൻ മണ്ണൂർ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ 50 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് അവരുടെ ദാമ്പത്യ ജീവിതം മുൻപോട്ട് പോകുന്ന പാലൂത്താനത്തിലെ വർഗീസ് അന്നമ്മ ദമ്പതികൾക്ക് വിശുദ്ധ ദൈവമാതാവിൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും സകല പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയും അഭയവും എന്നും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വടക്കമണ്ണൂർ സെൻറ് തോമസ് ദേവാലയത്തിൻ്റെയും വ്യക്തിപരമായ എൻ്റെയും എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയും ചെയ്യുന്നു. 50-ാം വിവാഹ വാർഷിക ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട തങ്കച്ചായനും അന്നമ്മയാൻ്റിക്കും വിവാഹ വാർഷിക ആശംസകൾ ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അർപ്പിക്കുന്നു. ഈ മാസം 24-ാം തീയതി UK വെച്ച് ഇവരുടെ വിവാഹ വാർഷിക ആഘോഷത്തിൻ്റെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന റോജിമോനോടും റോയിമോനോടും റോബിച്ചനോടുമുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ മാസം 24-ാം തീയതി UK 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട തങ്കച്ചായനും തങ്കമ്മയാൻ്റിക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളട്ടെ. പാലത്താനത്ത് ശ്രീ തങ്കച്ചായൻ്റെയും തങ്കമ്മയുടെയും കുടുംബം ഈ ഇടവകയ്ക്ക് വളരെ വിലയേറിയ ഒരു കുടുംബമാണ്. ഈ കുടുംബവും കുടുംബാംഗങ്ങളും തങ്കച്ചായനും തങ്കമ്മയുടെ ഒപ്പം തന്നെ പ്രിയപ്പെട്ട അനിലും റോജിയും റോബിയും ഒക്കെ ഈ ഇടവകയ്ക്ക് വേണ്ടി ആത്മീയവും ഭൗതികവുമായ എല്ലാ പുരോഗതിക്കും വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഈ കുടുംബത്തിനും തങ്കച്ചായനും തങ്കമ്മയാൻ്റിക്കും എല്ലാവിധമായ ആശംസകളും എൻ്റെ പേരിലും ഇടവകയുടെ പേരിലും അർപ്പിച്ചുകൊണ്ടും ജഗദീശ്വരൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ഹാപ്പി 50th വെഡിങ് ആനിവേഴ്സറി തങ്കച്ചായൻ തങ്കമാമ. ഗോഡ് ബ്ലെസ് യു. 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തങ്കച്ചായനും തങ്കമാമയ്ക്കും മാധവശ്ശേരി കുടുംബത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരനും പാലിത്താനം കുടുംബാംഗവുമായ തങ്കച്ചായൻ്റെയും തങ്കമ്മ കൊച്ചമ്മയുടെയും 50-ാമത് വിവാഹ വാർഷികം മക്കളോടൊപ്പം UK സമുചിതമായി ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ആയതിന് ഇടയാക്കിയ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തങ്കച്ചായനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല പൊതുപ്രവർത്തകനും ഞങ്ങളുടെ പള്ളിയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ ട്രഷറായി സേവനമനുഷ്ഠിക്കുന്നു. കൊച്ചമ്മയും ആധ്യാത്മിക കാര്യങ്ങളിൽ സജീവമായി പങ്കെടുത്തു വരുന്നു. ഈ വാർഷിക സുദിനത്തിൽ ഇവർക്ക് ആയുരാരോഗ്യം നേരുന്നതോടൊപ്പം അനേക വർഷങ്ങൾ സന്തോഷപ്രദമായ കുടുംബജീവിതം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബയോഗ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ആശംസകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നേർന്നുകൊള്ളുന്നു. 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തങ്കച്ചായനും തങ്കമ്മാമയ്ക്കും ദീപ്തി കുടുംബശ്രീയുടെ വിവാഹ ആശംസകൾ നേരുന്നു. 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തങ്കച്ചനും തങ്കമ്മയ്ക്കും ഞങ്ങളുടെ ഹൃദയംഗമായ അനുഗ്രഹങ്ങളും സന്തോഷവും നേരുന്നു.
യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. താങ്ക് യു. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് നമ്മളൊരു കാവ്യാത്മകമായിട്ട് നമ്മളെ ഈ ജേർണി കൊണ്ടുപോയ സുപ്രഭയോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അവസരത്തിൽ രേഖപ്പെടുത്തും. ഞാൻ ഒഫീഷ്യലി നന്ദി പറയാൻ വന്നതല്ല. ഇനി ഒരു AVയും കൂടെ ഞങ്ങൾക്ക് പ്ലേ ചെയ്യാനുണ്ട്. ദ പേഴ്സൺ ഹൂ ബിഹൈൻഡ് അവർ സക്സസ്. ഞങ്ങളുടെ എല്ലാ വിധമായ ജീവിതത്തിലുണ്ടായ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ താങ്ങായിട്ടും തണലായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു അമ്മാമ്മയുടെ ഒരു ചേച്ചിയുണ്ട്, കുഞ്ഞമ്മച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുഞ്ഞമ്മച്ചിയുടെ ഒരു AVയും കൂടെ പ്ലേ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഇത് അവസാനിക്കും. ഈ സ്റ്റേജിലുള്ള പ്രോഗ്രാം ഒരു നന്ദിയും കൂടെ ഉണ്ട്. സോ ദാറ്റ്സ്. ഹലോ, തങ്കച്ചോ, കുഞ്ഞമ്മച്ചിയാണേ. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ അല്ലേ? വിഷു വെരി വെരി അനുഗ്രഹീതമായ ഒരു വെഡിങ് ആനിവേഴ്സറി ദിവസം കേട്ടോ. 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? 50 വർഷം പോയത് അറിഞ്ഞില്ല. നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് എവിടെയായിരുന്നാലും ദൈവം കൂടെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കും. വേറെ ഒന്നും പറയാനില്ല. കാണാൻ താമസിയാതെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്റ്റേജിലുള്ള ഇവരുടെ ഫാമിലിയിലുള്ള ഫംഗ്ഷൻ്റെ അവസാനമായിട്ട് നിങ്ങളോടുള്ള നന്ദിയാണ്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ 50 വർഷക്കാലം ഇന്ത്യയിൽ, കേരളത്തിൽ, കോട്ടയത്ത്, അമയന്നൂർ ജീവിച്ച ഇവർ ഇന്ന് മക്കളുടെ ഒപ്പം UK വന്ന് ഇങ്ങനെ അവരുടെ 50ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് അവർക്ക് സംഗതിയാക്കിയിട്ടുണ്ട് എങ്കിൽ എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതൊരു ദൈവാനുഗ്രഹം മാത്രമാണ്. കാരണം ഇവരുടെ ജേർണി ഇവിടെ പറഞ്ഞു, സുപ്രഭ പറഞ്ഞു. അതിനകത്ത് 1-2 ഡൗൺ കാര്യങ്ങളൂടെ ചേർക്കേണ്ടതായിരുന്നു. ഞാൻ റോജുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വേണ്ട, നല്ല കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, താഴ്ന്ന കാര്യങ്ങൾ എഴുതണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ഇപ്പം നിങ്ങളോട് ഒന്ന് വെളിപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ അമ്മയെ 9:30 എന്നാണ് വിളിക്കുന്നത്. 9:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കണ്ട. അമ്മാമ്മയുടെ കൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, എല്ലാവർക്കും 10 വിരലുണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് 9:30 വിരലേ ഉള്ളൂ. ഈ 9:30 വിരൽ ഉണ്ടാകാനുള്ള കാരണം, ഞാൻ 10 പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചിട്ട് ഏകദേശം 2 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബോധമില്ലാതെ ICUവിൽ കിടന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഡോക്ടർമാർ എഴുതി തള്ളിയതാണ്, മരിച്ചു പോകും എന്ന് തന്നെ എഴുതി തള്ളിയ ആൾ ദൈവാനുഗ്രഹവും കുടുംബക്കാരുടെ പ്രാർത്ഥനയും മക്കളുടെ പ്രാർത്ഥനയും സ്വന്തം കെട്ടിയവൻ്റെ പ്രാർത്ഥനയായിരിക്കാം ഒരു പക്ഷേ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. ഏകദേശം 2 ദിവസങ്ങൾക്ക് ശേഷം ബോധം വീണു, ഡയാലിസിസൊക്കെ നടത്തി. ആ കൈ നമ്മുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന സിവിക്കൊക്കെ അറിയാം, വിനോയ്, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ അറിയാം. ആ വിരൽ അണലി മഞ്ചട്ടി എന്ന് പറഞ്ഞൊരു പാമ്പാണ് കടിച്ചത്. അതായത് അണലിയും മഞ്ചട്ടിയും ചേർന്നുള്ള ഒരു പാമ്പ്. അത് ആ വിരൽ ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു ഇതായി. അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി നിവൃത്തിയില്ല, നമുക്ക് വിരൽ കണ്ടിച്ച് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിരൽ നമ്മുടെ കൈ നോക്കിയറിയാം, 4.5 വിരലും ഉള്ളൊരു കയ്യിൽ. അവിടെ നിന്ന് ദൈവം രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചു. അതുപോലെ അച്ചാച്ചൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അച്ചാച്ചൻ സത്യത്തിൽ പായസത്തിനകത്ത് പോയ ആളാണ്. പായസച്ചെമ്പിനകത്ത് പോയ ആൾ. അച്ഛൻ്റെ ദേഹം ഷർട്ട് ഊരി നോക്കിയാൽ അറിയാം, ദേഹം മൊത്തം പൊള്ളിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് പൊള്ളലും എല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി ഇവിടെ വന്ന് ഇപ്പോൾ സുന്ദരനും സുന്ദരിയായിട്ട് ഇവിടെ സ്റ്റേജിൽ വന്നിരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നിങ്ങളോട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആരെയും ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വിശിഷ്ട വ്യക്തികളാണ്. എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
സന്തോഷമുള്ള കഥ മാത്രമാണ് ഞാനും കേട്ടത്. ഞാനൊരു ആങ്കറായി വന്ന് നിൽക്കുകയാണെങ്കിലും ഐ ഓൾവേസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ഫാമിലി. എന്നെപ്പോലെ നിങ്ങളുടെ എല്ലാവരെയും കണ്ണിൽ ഒരു ഇച്ചിരി കണ്ണീര് ആ ചെറിയ കഥ കേട്ടപ്പോൾ ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഈശ്വരൻ, ദിസ് ഈസ് ഡെസ്റ്റിനി അല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും ഇഫ് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ, ഇറ്റ് വിൽ ഫോൾ ഇൻ പ്ലേസ് ആൻഡ് ഇറ്റ് വിൽ ഗോ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ഇനിയും ആരോഗ്യവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ രണ്ടുപേർക്കും. ഞങ്ങളുടെയും എല്ലാവരുടെയും നിങ്ങളുടെ ഫാമിലിക്കുള്ള സ്നേഹം ഒന്നുകൂടി അറിയിച്ചുകൊണ്ട്, സോ താങ്ക് യു സോ മച്ച് എവറിബഡി ഫോർ ഓൾ യുവർ പേഷ്യൻസ്. ഇത് കേൾക്കാൻ ഇവിടെ ഇരുന്നേലും ഇനി നല്ല ഭക്ഷണം ആസ്വദിച്ചോളൂ. ഇനി നമുക്ക് നല്ല പാട്ട് കേൾക്കണം, ഡാൻസ് കാണണം. ദ ഡ്രീം ടീം ബൈ കലാഭവൻ നൈസ് വിൽ ബി ജോയിനിങ് ഹിയർ. അപ്പോൾ റെഡി ഫോർ ദ ഫുഡ്? അതിനുള്ള ശേഷിയുള്ള ആർക്കില്ല. അപ്പോൾ സോ ദിസ് ഇസ് സുപ്രഭ. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ടോക്കിംഗ് എനിമോർ. എനിക്ക് ഈ അവസരം തന്നില്ല, ഒത്തിരി നന്ദി. താങ്ക് യു സുപ്രഭ. സുപ്രഭ എനിക്കൊരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് എനിക്കറിയാം. സുപ്രഭ വളരെ പേഴ്സണലി അറിയാം. ഞാൻ സുപ്രഭയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നോ പ്രോബ്ലം റോഹിത് ചേട്ടാ, ഐ വിൽ കം ആൻഡ് ടേക്ക് ഓവർ ഇറ്റ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി 2 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാമിന് എലഗൻ്റ് ആക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന സുപ്രഭയോടുള്ള വളരെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇത്രയും ഇവിടെ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ, ഒരു വളരെ പോളിഷ്ഡ് വേർഷനായിരുന്നു. ഈ മുണ്ട് ഇവിടുന്ന് പൊട്ടാങ്കി കാണാം, ഇവിടെ ഈ അടിച്ച് പൊട്ടിയ പാട് ഇപ്പോഴും ഇവിടെ ഉണ്ട്, തടിച്ച് കിടക്കുന്നത്. അതൊക്കെ വേണ്ടി ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എനിവേ താങ്ക് യു വെരി മച്ച് ഫോർ എവരി വൺ. നൈസ്. ആൻഡ് നമുക്കിന്നിവിടെ ഗാനമേളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന അയർലൻഡിൽ നിന്ന് ഷെറിൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഷെറിൻ നമുക്കൊരു പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്. ഷെറിൻ അയർലൻഡിൽ നിന്ന് ഞങ്ങളുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ചെയ്യുന്നത്, ഞാനേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ അവകാശമായിട്ട് പിടിച്ച്, എനിക്ക് ഇപ്പോൾ UK ഒത്തിരി പേര് എന്നോട് ഇതിൻ്റെ പേര് പിണക്കം വരുന്ന ഇതുണ്ടാവും. പക്ഷേ ഓഫ് കോഴ്സ് ഷെറിൻ ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെയാണ്. ഷെറിനോടുമുള്ള പ്രത്യേകമായ സോൾ ബീറ്റ് അയർലൻഡ്, അതുപോലെ തന്നെ കലാഭവൻ നൈസിൻ്റെ ടീമുണ്ട്, അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. താങ്ക് യു. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെങ്ങും അഴലാഴങ്ങൾ നീന്താ, നീ എന്ന നാമം പൊരുളേ. കാതിൽ മോളാം ഏതോ ദാഹം, ഗാനം
रहा। सुभान अल्लाह, 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 सुभान अल्लाह। वल्ले 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 चाँद सिफारिश जो करता हमारी, देता वो तुमको बता। शर्म हया है पर्दे गिरा के, करनी है हमको हता। सिद्ध है अब तो है खुद को मिटाना, होना है तुझ में फना। चाँद सिफारिश जो करता हमारी, देता वो तुमको बता। शर्म है आंखें पर्दे गिरा के, करनी है हमको हता। तेरी अदा भी है झोंके वाली, झुके गुजर जाने दे। तेरी लचक है कि जैसे डाली, दिल में उतर जाने दे। आजा बाहों में करके बहाना, होना है तुझ में फना। चाँद सिफारिश जो करता हमारी, देता वो तुमको बता। शर्म है आंखें पर्दे गिरा के, करनी है हमको हता। pani pama gama pa saga sani pani pama gama ga saga ma pa pama pani pama gama pa saga sani pani pama gama ga saga ma tagar 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 jin tagar 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 jin tagar 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 din tagar jin tagar 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 din tagar 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 jin tagar 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 din tagar jin கண்களுக்கு சொந்தமில்லை
സുദീപ്തമീ സ്വയംവരം സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയരുകളലിയുന്നുവോ മൂകിൽ കുടഞ്ഞ മാരിയിൽ ഇനി അനുരാഗമാ മധുരമറിഞ്ഞിടാം വിരലുകൾ കോർത്തിടാം അരികിലിരുന്നിടാം സദാ കട്ടുമല്ലി കട്ടി വെച്ച പട്ടക്കറുപ്പ് കൊത്ത് വെച്ച സന്ധിരങ്ങൾ രണ്ട് വെച്ച സാരപ്പാമ്പ് ഇടുപ്പ് വെച്ച നക്ഷത്ര തൊട്ടി വെച്ച കറുമ്പ് കോട് നെറ്റി വെച്ച ഇഞ്ചി വെട്ടി കണ്ണാൻ വെച്ച ഇമ്മ തൂണ്ട് വെക്കം വെച്ച നെറ്റിപ്പൊട്ടിലെന്നെ തൂക്കി പൊട്ടു പോലെ വെച്ചവളെ ചുത്തപ്പെട്ടു ഒരാപ്പാക്ക് കണ്ണുപെട്ട് വന്നവളെ തെട്ടുപെട്ടു ഓരത്തിലെ ഉച്ചക്കെട്ട് നേരത്തിലെ പട്ടുന്ന് പതിയെ ഉച്ചക്കട്ടം തൊട്ടവളെ രഞ്ജിതമേ 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 മനസ്സ് കാലക്ക് മന്ദിരമേ രഞ്ജിതമേ രഞ്ജിതം പൊന്ന ഒത്തിടു വലിക്ക കൊഞ്ചണ്ണുമേ അടി രഞ്ജിതമേ രഞ്ജിതമേ മനസ്സ് കാലക്ക് മന്ദിരമേ രഞ്ജിതമേ രഞ്ജിതമേ പൊന്ന ഒത്തിടു വലിക്ക കൊഞ്ചണ്ണുമേ വന്നതും വന്നതും മനസ്സ് സ്ഥിരമേ സ്ഥിരമേ നിത്തിര 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 കെടുത്തു സ്ഥിരമേ സ്ഥിരമേ പട്ടുമല്ലി കട്ടി വെച്ച കല കലപ്പ പൊട്ടു വെച്ച സ്ഥിരനിൽ കണ്ടു വെച്ച താര പാമ്പ് ഇടുപ്പ് വെച്ച വെച്ചപ്പൊട്ടിലുണ്ടെങ്കിൽ തൂക്കി നെത്തിക്ക് മട്ടിയിലൊട്ട വെച്ചവൾ ഒച്ചക്കുട്ടു നേരത്ത് കൊള്ളേ ഉച്ചക്കട്ടം തൊട്ടവനെ രഞ്ജിതമേ രഞ്ജിതമേ രാവിന്റെ ചുട്ടില് മുത്തഴകത്തൊരു മാല ചുടണരോള് മരന്റെ കൽവില് ആനന്ദം മുത്തുന്ന ചെഞ്ചെറു മുഞ്ചുള്ള നാള് ഓളുന്ന പത്ത് കിതാബിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ് രാവോളാണേ രാവോനാണേ ഇൻസെന്നൂരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാതരം തഞ്ചത്തില് താളത്തില് കാനോത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടാകിട്ടാടാനയാളുണ്ടോ ഓളിന്നോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത് പടകാളി ഞണ്ടിച്ചങ്കിരി പോക്കിരി മാർക്കിരി ഭഗവതി അടിയിൽ അരിവോട് നിത്തിരി കരിയണമേ പറമേള ചണ്ടച്ചങ്ങല ദിക്കില് മത്തള മരമണി കിടികിടി വരണാളം ചുവടുകളിൽ എറിയൊടിയുടെ വിളയരുതേ ഹോയ് ഹോയ് അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുമകളുണ്ടാണ് ഒരു വരമേ ഈ മരമണയിന് ഞാനെതിരല്ലടം കുന്നും മേലഞ്ചാരത്തില്ല തലിവുകളിലൊഴുകു കുന്നിത്തൈ വയ്ക്കാരടോ കുന്നിത്തൈ മേലെ മന്ദിക്കിടയിലടക്കിൽ ചെന്നപ്പം മാങ്ങാപ്പഴം മല്ലിക ബാണന്റെ അമ്പുകളോ കൺമുന തുമ്പികളോ അമ്പിളി പൂനില നാമ്പുകളോ കുതിരി തുമ്പികളോ മുല്ലമലർ മണിച്ചെണ്ടുകളോ നിൻമണി ചുണ്ടുകളോ തെണ്ടിരഞ്ഞെത്തുന്ന വണ്ടുകളോ പൂങ്കിന തുണ്ടുകളോ തോർത്തിടുമ്പോ അതിനിടയ്ക്ക് ഇടുപ്പ് നീ പതിയെ തൊട്ടിടുമ്പോ ചില കൈകൾ കൊണ്ട് നീ എനിക്ക് ചോറൂട്ടി തരുമ്പോ ചോറിനു നേരം ചൂടുള്ള മുത്തം നീ തന്നിടുമ്പോ ചെറിഞ്ഞൊറികൾ നീ നേരെയാക്കുമ്പോ ആ നിരമയിൽ കൈകൂട്ടുമ്പോ സ്വന്തം മരം നാണം കൊടുക്കുമ്പോ വന്നല്ലോ ഫീലിങ്സ്
വന്നല്ലോ ഫീലിങ്സ് വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് കാണന്റെ അമ്പുകളോ കൺമുന തുമ്പികളോ അമ്പിളി പൂനില നമ്പുകളോ പുതിരി തുമ്പികളോ മുല്ലമലർമണി ചെണ്ടുകളോ നിന്മണി ചുണ്ടുകളോ തെന്നിരഞ്ഞെത്തുന്ന വണ്ടുകളോ പൊങ്ങിന തണ്ടുകളോ. നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഐ ഹാവ് ടു സേ ഫ്യൂ താങ്ക്സ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അച്ചാച്ചനും അമ്മയോടെയാണ് താങ്ക്സ് പറയാനുള്ളത്. ഞങ്ങളുടെ ഈ കോപ്രായത്തിലൊക്കെ കൂട്ടുന്നതിനും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി അംഗീകരിച്ചതിനും ഞങ്ങളോടൊപ്പം നിന്നതിനും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ദം. ആൻഡ് അത് കഴിഞ്ഞ് എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ സഹോദരരുടെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലിയാണ്. സോ ദേ ഓൾ ബീൻ വിത്ത് അസ് ഫോർ ഐ മീൻ എനിക്ക് തോന്നുന്നു ഞാൻ ജനുവരിയിൽ വെൻ ഐ കോൾ സമ്മൺ എനിക്ക് ഒന്ന് ദേ സെഡ് ഈസ് എ പ്രോഗ്രാം ഇൻ മെയ്, ഐ ഷുവർ യു വാണ്ട് ഇൻവൈറ്റ് മീ നൗ. ദെൻ ഐ സെഡ് ഈസ് ഫൈൻ ബിക്കോസ് നമ്മൾ അത്ര നേരത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ സമയമാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ത്രൂ ഔട്ട് ഈ ഒരു 3 മാസത്തെ ജേർണിയിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്നോടൊപ്പം സഹകരിച്ച് എൻ്റെ കൂടെപ്പിറപ്പുകളും എൻ്റെ ഫാമിലി അവരുടെ ഫാമിലിയോടുള്ള പ്രത്യേകമായ ജുബിൻ്റെ പേര് അവസാനം പറയാം. ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന മനസ്സിൽ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതുണ്ട്. ജോമോൻ വൂസ്റ്ററിലെ ജോമോൻ ഇവിടെ ഉണ്ട്. ഡ്രീംസ് ഇവൻറ്റ്സ് റോജേട്ടൻ ഒന്നും അറിയണ്ട, ഞാൻ ചെയ്തോളാം എന്ന ഒറ്റ വാക്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊന്നും ഒരു കാര്യം ഇവിടെ എന്ത് വെക്കണമെന്നോ എന്ത് വെക്കണ്ടെന്നോ ഒന്നും ഞാൻ ജോമോനോട് പറഞ്ഞില്ല. ഇറ്റ്സ് ഓൾ ഹിസ് ഐഡിയാസ്, അവൻ്റെ ചിന്തയാണ്, അവൻ്റെ പ്രവൃത്തിയാണ്, അവൻ്റെ ടീമിൻ്റെ വർക്കാണ്. എന്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇറ്റ്സ് ഓൾ ഹിം. ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ജോമോനോട്. അവൻ്റെ ഒരു സ്വന്തം വീട്ടിലെ കാര്യം പോലെയാണ് ജോമോൻ കാര്യങ്ങൾ ചെയ്ത് ഡ്രീംസ് ഇവൻസിലെ ജോമോനോട് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മൾ കുറേ പേരോട് സംസാരിച്ചു. ബിക്കോസ് നമ്മൾ 400-ലധികം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഏറ്റവും പെർഫെക്റ്റുള്ള ഫുഡ് കൊടുക്കണം ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ മാജിക് സ്പൂണ് റെക്കമെൻഡ് ബൈ സാജു ബൂസ്റ്ററിലുള്ള എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് മാജിക് സ്പൂണ് റെക്കമെൻഡ് ചെയ്തത്. ആൻഡ് ജെൻസണും ടീമും ദേ ബീൻ ട്രാവൽ. ഞാൻ വിചാരിക്കുക, ഞാൻ ഇന്ന് രാവിലെ 11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പ്രോഗ്രാമിന് വേണ്ടി. ജെൻസൺ ഇന്നലെ വൈകിട്ട് ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, കാരണം ഇന്നത്തെ നമുക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. സോ അതുകൊണ്ട് ജെൻസണും മാജിക് സ്പൂണിനും പ്രത്യേകമായി ഞങ്ങളുടെ ഫാമിലിയുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കം ടു ഫോട്ടോഗ്രാഫി, ദർ വാസ് നോ അതർ വേർഡ്സ്. ഞാൻ ഒറ്റ പേര് രാജേഷിനോട് വിളിച്ചു, രാജേഷ് ഇങ്ങനെ അച്ഛനും അമ്മയുടെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, നീ ഒന്നും അറിയണ്ടടാ, ഞാൻ വന്നോളാം, ഞാൻ പിള്ളേരുമായിട്ട് വന്നോളാം. ഒരൊറ്റ വാക്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് തൊട്ട് ഇതുവരെ രാജേഷിനെ പിന്നെയും വിളിച്ചിട്ടില്ല. സോ വാട്ട് എവർ ഇന്നിവിടെ അവർ കൊണ്ടുവന്നിരിക്കുന്ന ടീം അതെല്ലാം രാജേഷിൻ്റെ ഐഡിയ ആണ്. രാജേഷ് ആണ് അതിൻ്റെ പിന്നിൽ. അവർ വീഡിയോഗ്രാഫി ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും രാജേഷ് നടേപ്പള്ളിയാണ് ബെറ്റർ ഫ്രെയിംസിൻ്റെ. രാജേഷിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ, രാജേഷ് ഇങ്ങനെ ഉണ്ട്, പരിപാടിയുണ്ട്, നീ കലണ്ടറിൽ ഞാൻ മാർക്ക് ചെയ്തോളാം, നീ ഒന്നും അറിയണം, ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓൾ. ഇതൊന്നും നമ്മളൊരു ആളെ വിളിച്ചൊരു പ്രോഗ്രാം ബുക്ക് ചെയ്ത് ഇതിലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് അസ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ എടാ ഞാനത് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ദാറ്റ്സ് എ ബിഗർ തിങ്. സോ രാജേഷിനോട് ഞങ്ങളുടെ കുടുംബത്തിനുള്ള പ്രത്യേകം അവരുടെ ടീമിനും ബെറ്റർ ഫ്രെയിംസിലുള്ള എൻ്റെ ടീമിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഓഫ് കോഴ്സ് ജിസ്മോൻ റോസ് ഡിജിറ്റൽ നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ജിസ്മോനോട് കുറേ ദിവസം മുമ്പ് പറഞ്ഞു, റോജുവിനെ ഇത്രയും വലിയ പരിപാടി നമുക്ക് ലൈവ്. ഞാൻ പറഞ്ഞു ജിസ്മോനെ വേണ്ട, ജിസ്മോനെ നമുക്ക് ലൈവ് ഇറ്റ്സ് കം എ ഡിഫറെൻറ്റ് സ്റ്റേജിലാണ് ലൈവ് വിട്ട് കഴിയുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ഞാൻ ജിസ്മോനോട് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉപേക്ഷയും കൂടാതെ ഓടി വന്ന് എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ജിസ്മോനും പ്രത്യേകിച്ച് എഡ്വിൻ, ജിസ്മോൻ്റെ മോന്, താങ്ക് യു വെരി മച്ച് എഡ്വിൻ, റോസ് ഡിജിറ്റൽ ജിസ്മോനോട് പ്രത്യേകം. ജിസ്മോനോട് നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം വി ബീൻ ടുഗദർ ഫോർ ലാസ്റ്റ് 21 years. ഞങ്ങൾ 21 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മിക്ക ദിവസവും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ജിസ്മോനോടൊക്കെ നന്ദി പറയുന്നത് തന്നെ അധികമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ രീതിയിൽ ജിസ്മോനോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. Then it comes to Salt Beach Island. they start early morning, 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് രാവിലെ വെളുപ്പിന്, അതായത് ശനിയാഴ്ച മോർണിംഗ് ഏർലി മോർണിംഗ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തവർ. അവരവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് രാവിലെ 9 മണിക്ക് ഗാറ്റ്വിക്കിൽ ഇറങ്ങി. അവർ 7 പേരടങ്ങുന്നൊരു ടീം, ഷെറിൻ്റെ നേതൃത്വത്തിലുള്ള. ഷെറിനൊക്കെ താങ്ക്സ് പറഞ്ഞാൽ അധികം പറ്റാവും. ഓഫ് കോഴ്സ് അവൻ നമ്മുടെ കൂടെ പറപ്പാണ്. അത് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ആദ്യം ഷെറിനോട് പറയുമ്പോൾ ഷെറിൻ പറഞ്ഞു ഞാൻ തന്നെ വന്നോളാം, അവിടെ ആരോട് പറയണ്ട. എന്നിരുന്നാലും നമ്മളിവിടെ ഒരു
UK ബേസ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി നമുക്ക് വേണ്ടപ്പെട്ടവരും ഫ്രണ്ട്സും ഒക്കെ ഈ പ്രൊഫഷനുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ വെൻ ഇറ്റ്സ് കംസ് ഷെയറിങ് ദാറ്റ് പെർഫെക്ഷൻ, അത് ഓഫ് കോഴ്സ് സോൾ ബീച്ചിന് നമുക്കറിയാം അവരുടെ ലെഗസി ഉണ്ട്. അവരുടെ ഒരു എൻ്റെ ലെഗസി വി ഹാവ് സീൻ ഓവർ ദ ഇയേഴ്സ് ഇൻ അയർലൻഡ്. അത് ഓഫ് കോഴ്സ് അത് സോൾ ബീച്ചിന് മാത്രം കിട്ടുന്നതാണ്. അത്ര ഒരു എക്സലൻസ് നമുക്ക് എനിക്ക് തോന്നുന്നില്ല UK നമുക്ക് ആ ഒരു ട്രൂപ്പിനെ പറയാൻ പറ്റുമെന്ന്. സോൾ ബീച്ചിലെ ഷെറിനും കൂട്ടത്തിൽ വന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായി നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. then it comes to ബിനുവിനോടൊന്നും നന്ദി പറയുന്നത് തന്നെ അധികം പറ്റാം. സത്യമായിട്ടും അതെ. ബിനു എന്ത് ഒന്നും പറയണ്ട. ബിനു ഇന്ന് പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താ കൊണ്ടുണ്ടെന്ന് ഒന്നും ബിനു ഒന്നും എന്നോട് ചോദിച്ചു പോലും ഇല്ല. സോ ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം ബിനു തന്നെ. അത് എന്നോട് ഇതുവരെ ബിനു ഇതിന് എന്നാ വേണമെന്ന് പോലും എന്നോട് പറഞ്ഞില്ല. സത്യമായിട്ടും പറയുമോ, ഞാൻ ഇത്രയും നേരം നുണവേ പറഞ്ഞാൽ ഇത്രയായിട്ട് എന്നോട് ഞാൻ പ്രോഗ്രാം നടത്താൻ എനിക്ക് ഇത്ര രൂപ ചാർജ് ആവുന്നൊന്നും ബിനു പറഞ്ഞില്ല. ഇതാണ് നമ്മളൊരു അവരൊക്കെ നമ്മളെ കരുതുന്ന രീതിയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത്. സോ താങ്ക് യു ബിനു. Of course, Binu always there, like my brother always. And next comes to Wells, LED or color media. Wells, of course, Wellsനോട് എന്നാ ഞാൻ പറയുമ്പോൾ ഇത് റിപ്പീറ്റേഷൻ ആവും. ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയ വെൽസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചേഴ്സും കാര്യങ്ങളും വീഡിയോസും ഫോട്ടോസും ഒക്കെ ക്രമീകരിക്കുക, എനിക്ക് ഇട്ട് തരിക, അതിൻ്റെ കമൻറ്റ് ചോദിക്കുക. താങ്ക് യു. നത്തിങ് മോർ ടു സേ വെൽസ്. I don't know. Thank you, Wells. Thank you very much. And not the least, നമ്മുടെ ഡാൻസേഴ്സ്, നൈസ് കലാഭവൻ്റെ ടീം, ദേ ബീൻ ബ്രില്യൻ്റ് ഓൺ ദ സ്റ്റേജ്. നമ്മൾ കണ്ട ഒരു 4-5 ഡാൻസ് സ്റ്റേജ് എക്സലൻറ്റ് പെർഫെക്ഷൻ ആയിരുന്നു. എക്സലൻറ്റ് അവരുടെ ഒരു പ്രൊഫഷണലിസം ദേ ഹവ് ബീൻ ഷോൺ ഓൺ ദ സ്റ്റേജ്. വാട്ട് എവർ വി ഹാവ് റിക്വസ്റ്റഡ് നൈസ് ആൻഡ് ടീം, ദേ ഹവ് ബീൻ എക്സിക്യൂട്ടഡ്. ആൻഡ് താങ്ക് യു നൈസ് ആൻഡ് ടീം. ആൻഡ് നോട്ട് ദ ലീസ്റ്റ് എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടപ്പിറപ്പുകൾ സനീഷ്, സാജ്, ഇവിടെ ഒത്തിരി പേരുണ്ട്. ദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ട് ഗോപന്, സ്ട്രോക്കിൽ നിന്ന്, മാഞ്ചസ്റ്ററിൽ നിന്ന് വന്ന ആൾക്കാരും ഒക്കെ ദൂരത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. പപ്പൻ, എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഇവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വയ്ക്കുക, ഫ്രണ്ടിലേക്ക് വയ്ക്കേ കേട്ടോ. അവരാണ് നമ്മുടെ എന്നാ പറയുന്നത് ജീവശ്വാസവും എല്ലാം അവരാണ് നമ്മളെ മേക്ക് ദം ട്രൂ. ആ പേര് ബിബിൻ, ബാബുവങ്കുഴി, കോയിപ്പള്ളി, സുരേഷ്, പപ്പൻ, നോബി. അയ്യോ ഒരു ആളുടെ പേര് കണ്ടോ? അതാണ് മുഖം നോക്കിയപ്പോൾ റെജിങ് വന്നേ. ഇത്രയും പേര് റെജിങ് വന്നേ. ഇത്രയും പേര് ഇവിടെ, ഇത്രയും ആൾക്കാരെ ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് നിർത്തിയ റെജിയാണ് കേട്ടോ. അതെ തന്നെ. ആർക്കും അന്യായമായി മദ്യം കൊടുക്കാതെ ആവശ്യത്തിന് എല്ലാവരും ഒരു ലെവലിൽ നമ്മുടെ ബാറ്, കോക്ടെയിൽ ബാർ ഇത്രയും നേരം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്ത റെജി ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. റെജി ഒരു UK അറിയപ്പെടുന്ന കലാകാരനാണ്, നല്ലൊരു ഗായകനാണ്. നിങ്ങൾക്ക് ഏവർക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു കോൺടാക്ട് റെജി നല്ല മനോഹരമായിട്ട് കോക്ടെയിൽ ബാറും ലൈവ് ബാറും നടത്തും. റെജി എൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാം, നേരത്തെ ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ട്. റെജി രണ്ടാമത്തെ പ്രോഗ്രാം വരുന്നത്. താങ്ക് യു റെജി ഓൾസോ ട്രാവൽ എ ലോട്ട്. റെജി ഊസ്റ്ററിൽ നിന്നാണ് വന്നത്. ഊസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 200 മൈൽ അപ്പുറത്തെ സ്ഥലമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളൊരു പരിപാടിക്ക് വേണ്ടി 200 മൈൽ ദൂരത്തിൽ നിന്ന് വണ്ടി ഓടിച്ചിവിടെ ഒരു ഊസ്റ്റർ, നോബി, സാജു, ഇതെല്ലാവരും അത് തന്നെ. ഇവർ റെജി മാത്രമല്ല, നോബി, സാജു, ഇവരെല്ലാം 200 മൈൽ ദൂരത്തിൽ നിന്ന് വരുന്നത്. വെയിറ്റ് നമ്മൾ UK പല ഈവൻറ്റുകളും കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പിള്ളേരുടെ ബർത്ത്ഡേ കണ്ടിട്ടുണ്ട്, കല്യാണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ 50ാമത്തെ അല്ലെങ്കിൽ ആനിവേഴ്സറി, അതും ഇതുപോലൊരു കിടിപ്പരിപാടി. All the very hard big on everyone come in, give them a big applause. നിങ്ങളെ പോലെ ഉള്ള ഒരു ഭാഗ്യമുള്ള ഒരു അപ്പനും അമ്മയും ഉണ്ടല്ലോ UK ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇന്നുവരെ ഇങ്ങനെ ഒരു ഈവന്റ് കണ്ടിട്ടില്ല. അപ്പം എല്ലാവർക്കും, അപ്പം നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ആദരവും. റെജിബായി 2 വാക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഇന്ന് ബാർക്കൗണ്ടിൽ വളരെ ഭയങ്കര ഹെൽപ്പ് ചെയ്ത നമ്മുടെ ബിബിൻ, ജേസി, പപ്പൻ, നമ്മുടെ ഫുൾ ബിലാത്തി, ബാബു, നോബി, സിജോ, ഫുൾ ടീം ബിലാത്തി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എവരിബഡി. താങ്ക് യു. നോട്ട് ദ ലീസ്റ്റ്, ദ ലാസ്റ്റ് അല്ല,
സുപ്രഭയെക്കുറിച്ച് ഞാൻ 1-2 പ്രാവശ്യം നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. വെനൈസ് സുപ്രഭ ഇങ്ങനെ അച്ചാച്ചൻ അമ്മയുടെ 50th വെഡിങ് ആനിവേഴ്സറി ഉണ്ടെന്ന് പറയുമ്പോൾ സുപ്രഭ ദാറ്റ്സ് ഫൈൻ റോഹിത് ചേട്ടാ ഐ വിൽ കം ആൻഡ് ഡു ഇറ്റ് എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ വേറെ ഒന്നും സുപ്രഭ ചോദിച്ചില്ല. ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. പക്ഷേ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ സുപ്രഭ ഇറ്റ് വാസ് ടേക്കൻ ലൈക്ക് എനിക്ക് എന്ത് പറയുക, ഒരു കാവ്യാത്മകമായ ഒരു നാടകം കാണുന്ന ഫീലിങ്സ് ആയിരുന്നു സുപ്രഭ. ഹൗ ദ വേ ഷീ ഹാസ് ടേക്കൻ ദാറ്റ്, വളരെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. യു ബീൻ വെരി ടാലൻറ്റഡ് ആൻഡ് താങ്ക് യു വെരി മച്ച് സുപ്രഭ. ആൻഡ് കീപ് ഇൻ ടച്ച്. ഞങ്ങളുടെ പിള്ളേർ ഇവിടെയൊക്കെ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്, സുപ്രഭയുടെ നമ്പർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ, വെയിറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. കമ്മീഷൻ കിട്ടിയാലേ ഞാൻ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് സുപ്രഭയായിരുന്നു. ആൻഡ് എല്ലാവരോടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഹോസ്റ്റത്തുള്ള ഫ്രണ്ട്സുകൾ, എൻ്റെ സ്റ്റാഫ്, ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഇവിടെ ആരെയും എനിക്ക് ഒരാളെ പോലും പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. പ്ലീസ് ജോയിൻ വിത്ത് us ഇൻ ഫ്യൂച്ചർ ഓൾസോ. ദൂരത്തിൽ നിന്ന് വന്നവരോട് പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു എല്ലാവരോടും. താങ്ക് യു വെരി മച്ച്. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വെദർ ഐ മിസ് സം വൺ, ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അവസാനം ജുബിൻ പറഞ്ഞാൽ ജുബിൻ്റെ പേര് പറയാൻ കേട്ടോ, അവൻ്റെ പെങ്ങളെ കെട്ടിയാനാണ്. പക്ഷേ അവൻ വന്നതുണ്ടല്ലോ 5:30 വന്നത് ഇവിടെ. എൻ്റെ പെങ്ങളെ കെട്ടിയാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവൻ പിന്നെ പേര് പറയാൻ പറഞ്ഞു കേട്ടോ. കോയിപ്പള്ളി അച്ചായന് നന്ദി. താങ്ക് യു വെരി മച്ച്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഷെറിൻ ആൻഡ് ടീം. താങ്ക് യു. ഹലോ, ഡാൻസ് കളിക്കാൻ റെഡിയല്ലേ? എന്നാ ഫ്രണ്ടി വാ കമോൺ. ലാസ്റ്റ് 2 സോങ് വേർത്ത് കുളിച്ച് തകർത്തിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും 50ാമത് വിവാഹ വാർഷികം ഓർത്തിരിക്കണം അല്ലേ? Use the baseline, use the tempo, use the baseline. போயா எம் வாசம் தாண்டி வந்து எம் வாசம் வாங்கி போயா என் ராத்திரி என் நூவில் நீ நட்சத்திர தூவல் நீ நடமாடும் காமக்குவில் நீ ஆடி கெட்டும் மாப்பிள்ளன் ஆசைகளின் சாம்பல் நான் விளையாடும் காதல் ஊஞ்சல் நீ போட போட சத்தம் போட என்ன போட்டி கேட்டி வேகத்தோடு அடவாட ராஸ்கல் நேரத்தோட வாட வாட பையா எம் வாசம் வந்து போயா எம் வாசம் தாண்டி வந்து எம் வாசம் வாங்கி போயா நம்ம கச்சேரி தான் ரொம்ப உற்சாகமா கல்ல கட்டு தடி செல்லமே நானும் துச்சாதமா யோதனா தூயில் உரியட்டுமா நீ தொட்டதெல்லாம் விட்டு அடைச்சதெல்லாம் கட்டு இனி நமக்கேது கண்டு பேச்சு சத்தம் கேட்டு விடலானா விடும் ஓட்ட நீ வாங்கி கத்தாதல் அடிச்சிட்டி நானே சிக்கன் இன்னருசி பார்க்கவா தின சேர்த்து வச்ச ஆசை எல்லாம் தீர தீர வாட வாட பையா எம் வாசம் வந்து போயா எம் வாசம் தாண்டி வந்து எம் வாசம் வாங்கி போயா உன் ராத்திரி என் நோவில் நீ நட்சத்திர தூவல் நீ நடமாடும் காமாக்குவில் நீ ஆடை கட்டும் மாப்பிள்ளன் ஆசைகளின் தாங்கும் நான் விளையாடும் காதல் ஊஞ்சல் நீ போட போட சடம் போட என்ன போட்டி கேட்டி வேகத்தோடு அடவாட ராஸ்கல் நேரத்தோட வாட பையா. Thank you. வேல் முருகா ஹரோ
ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ പൊന്മുടി ഏറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നും മേലെ കാവടിയേത്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലവേള സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണ്. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ പൊന്മുടി ഏറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നും മേലെ കാവടിയേതും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണ്. ഈ താരകാസുരനെ പടിവേലിൽ ചേർക്കാനല്ലോ തിരുവന്നൂരിൽ പടിവേലൻ വന്നേ. ഈ ശൂരഭക്തന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാരും കയറി ചെന്നാറാം ബലമുണ്ടേ, വാഴും തിരയുമുണ്ടേ. മുടിവെട്ടാൻ മുടിയിൽ ചാർത്തും പോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ടേ. വെற்றிവേൽ മുരുക 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 ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ പരിമുടി ഏറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നും മേലെ കാവടിയെന്നും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇനിയാണ്ട് കണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ. വീട് ഇത് തിരുമല വീട്. ഇനി അഗ്നിക്കാവടിയാണ് ഈ കനലിൽ നാഴിയൊരുക്കളുടെ ഉൾപ്പെടെ കൂട്ടാൻ ഇനി കൊട്ടട വട്ടം. വീരാളിക്കോലം ചുറ്റിക്കോ മരമുണ്ടേ, വാളും പരിചയുണ്ടേ. മുക്കില്ല നാക്കില്ല ആറ് വിളക്ക് ചിലക്ക് ചിലമ്പുമുണ്ടേ. കഞ്ചി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോളം തുള്ളും താളം, വീരം പടയുടെ പൊന്മുടി ഏറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നും മേലെ കാവടിയെന്നും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണ്. Thank you.